എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടുള്ള ഒരു രാശി മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനും അതുപോലെ തന്നെ അതിവിശേഷപ്പെട്ട ഗുണഫലങ്ങൾ, രാജയോഗങ്ങൾ, ധനയോഗങ്ങൾ ഈ മാസം മുതൽ സംഭവിക്കാൻ പോകുന്ന നക്ഷത്രക്കാരുടെ അപൂർവമായിട്ടുള്ള ഗുണഫലങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. ബുധൻ, വ്യാഴം, ആദിത്യൻ ഇവർ മൂന്ന് പേരും ബുധൻ്റെ സ്വക്ഷേത്രമായിട്ടുള്ള മിഥുനൻ രാശിയിൽ സംക്രമിക്കുകയും അവിടെ നിന്നുകൊണ്ട് അതിശക്തമായിട്ടുള്ള നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന രാജയോഗ ഫലമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഈ വരുന്ന ജൂൺ മാസം 6-ാം തീയതിയോടുകൂടി ബുധൻ മിഥുനൻ രാശിയിൽ പ്രവേശിക്കുകയും ഈ വരുന്ന ജൂൺ മാസം 15-ാം തീയതിയോടുകൂടി ആദിത്യനും കൂടി മിഥുനൻ രാശിയിൽ പ്രവേശിക്കുകയും നിലവിൽ അവിടെ വ്യാഴത്തിൻ്റെ സ്ഥിതിയുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിശക്തമായിട്ടുള്ള ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു രാശിയാണ് മിഥുനക്കൂറുകാർ. അപ്പോൾ അതോടനുബന്ധിച്ചുള്ള 4 കൂറുകാർക്കും കൂടി ഇതിൻ്റെ ശക്തമായിട്ടുള്ള ഗുണഫലങ്ങളും അതുകൂടാതെ ബാക്കിയുള്ള 8 കൂറുകാർക്കും അതിൻ്റേതായിട്ടുള്ള ഫലങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് പരിശോധിച്ചതിൽ നിന്നും മനസ്സിലാകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോയും അതുകൂടാതെ ഒരു ജാതകം പരിശോധിച്ച് നിങ്ങളുടെ ഗ്രഹസ്ഥിതി, ഇപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗ്രഹസ്ഥിതി നിങ്ങളുടെ കയ്യിലുണ്ടാകും. ഈ ഗ്രഹസ്ഥിതിയിൽ ഓരോ ഗ്രഹങ്ങൾ നിൽപ്പുണ്ട്. അത് നമുക്ക് എന്താണെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റും, ചിലപ്പോൾ ഇതേതൊക്കെ ഗ്രഹങ്ങളാണ് എന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഗ്രഹങ്ങൾ അവിടെ നിന്നാൽ എന്താണ് ഗുണം എന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജാതകം പരിശോധിക്കുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പോൾ ഞാനൊരു ജാതകത്തെക്കുറിച്ച് വിശദമായിട്ട് എങ്ങനെയാണ് ഒരാളുടെ ജാതകം നോക്കിയിട്ട് അവരോട് ഫലം പറയുന്നത് എന്ന് കൂടി പറയാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജാതകം സ്വന്തമായിട്ട് തന്നെ നോക്കുന്നതിനും അതിനകത്തുള്ള ഗുണദോഷ ഫലങ്ങൾ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കുന്നതിനും നിങ്ങൾക്ക് വേണ്ട പരിഹാര കർമ്മങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിനും നിങ്ങൾക്ക് ജീവിത വിജയം, ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഒരു ജ്യോതിഷനെ സമീപിക്കേണ്ടാത്ത വിധം നിങ്ങളുടെ മനസ്സിനെ ജ്യോതിഷപരമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാനൊരു ശ്രമം നമ്മൾ നടത്താൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വ്യാഴം, ബുധ, ആദിത്യ യോഗം ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഗ്രഹനിലയും എടുത്തിട്ട് അതിൻ്റെ ഒരു ഫലസിദ്ധി എങ്ങനെയാണ് നോക്കേണ്ടത് എന്നും കൂടി നമുക്ക് നോക്കാം. ഈ വരുന്ന ജൂൺ മാസം 6-ാം തീയതി ബുധൻ മിഥുനൻ രാശിയിലേക്കും സൂര്യൻ മിഥുനൻ രാശിയിലേക്കും പ്രവേശിക്കുകയും വ്യാഴത്തിൻ്റെ സ്ഥിതി അവിടെ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ടുള്ള ജ്യോതിഷമായിട്ടുള്ള ഒരു വിവരണം തരാൻ പോകുന്നത്. അപ്പോൾ നിലവിൽ ശനിയുടെ സ്ഥിതി മീനത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ചൊവ്വ ഈ വരുന്ന ജൂൺ മാസം 6-ാം തീയതി ചിങ്ങത്തിലേക്ക് കടക്കുകയും ചെയ്യും എന്ന് എല്ലാവർക്കും അറിയാം. ഇത്രയും വിശദമായിട്ടുള്ള ഒരു വിവരണം വന്നതിന് ശേഷം ബാക്കിയുള്ള ഗ്രഹങ്ങളെ അടയാളപ്പെടുത്താത്തത് ഗ്രഹങ്ങളുടെ സഞ്ചാരം കൂടുതലായതുകൊണ്ടും ചന്ദ്രൻ്റെ സ്ഥിതി സ്പീഡ് കൂടുതലായതുകൊണ്ടാണ് അടയാളപ്പെടുത്താത്തത്, ആ ഗ്രഹത്തെ അടയാളപ്പെടുത്താത്തത്. ഇനി ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ഈ വീഡിയോ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ രാശിയിൽ ചന്ദ്രൻ എവിടെയാണ് വരുന്നത് എന്ന് നിങ്ങൾ ആദ്യമായി നോട്ട് ചെയ്ത് വെക്കുക. ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ വന്നാൽ എവിടെയാണോ വരുന്നതെന്ന് നോക്കുക. അതിൻ്റെ തൊട്ട് താഴെ ഇവിടെ കൂറ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെയാണ് ചന്ദ്രൻ വരുന്നതെങ്കിൽ നിങ്ങൾ തുലാക്കൂറായിരിക്കും. ഇവിടെയാണ് നിങ്ങളുടെ ചന്ദ്രൻ വരുന്നത് എങ്കിൽ നിങ്ങൾ ഇടവക്കൂറുകാരനായിരിക്കും. ഇവിടെയാണ് നിങ്ങളുടെ ചന്ദ്രൻ വരുന്നതെങ്കിൽ നിങ്ങൾ മിഥുനക്കൂറുകാരനായിരിക്കും. ഇവിടെയാണ് ചന്ദ്രൻ വരുന്നതെങ്കിൽ മീനക്കൂറുകാരനായിരിക്കും. ഇവിടെയാണെങ്കിൽ നിങ്ങൾ കുംഭക്കൂറുകാരനായിരിക്കും. ഇവിടെയാണെങ്കിൽ നിങ്ങൾ മകരക്കൂറുകാരനായിരിക്കും, മകരം. ഇവിടെയാണെങ്കിൽ നിങ്ങൾ ധനുക്കൂറുകാരനായിരിക്കും, ഈ മൂലയ്ക്ക് വരുന്ന കൂറിൽ. ഇവിടെയാണ് ചന്ദ്രൻ വരുന്നതെങ്കിൽ നിങ്ങൾ ധനുക്കൂറുകാരനാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയും അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മുടെ ജാതകം പരിശോധിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ഈ വരുന്ന ജൂൺ മാസത്തോടുകൂടി ഒരു അപൂർവമായിട്ടുള്ള ഒരു രാജയോഗ ഫലം, അതുപോലെ തന്നെ നൂറ്റാണ്ടുകൾക്കൊരിക്കൽ മാത്രം അപൂർവമായി സംഭവിക്കുന്ന രാജയോഗ ഫലമാണ് ഈ ജൂൺ മാസത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പം ആദിത്യ, ബുധ, രവി യോഗം ഇത് ആരെയൊക്കെ സ്വാധീനിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ മേഖല തൊട്ട് ഇങ്ങേയറ്റം താഴോട്ട് ആരെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ, ഏതൊക്കെ തൊഴിലാളികൾ, ഏതൊക്കെ ബിസിനസ്സുകാരെ ചിന്തിക്കാൻ പറ്റുമോ, എത്ര ഉയർന്ന ബിസിനസ്, ഏറ്റവും താഴെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയും വരെയും ഈ പറയുന്ന രാശിചക്രത്തിലെ ഈ രാശിമാറ്റം സ്വാധീനിക്കുക തന്നെ ചെയ്യും. ഏറ്റവും പ്രധാനമായിട്ട് സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളെയും രാശികളെയുമാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അതിനുശേഷം മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കും എന്നുള്ളതൂടെ ചേർത്താണ് ഈ വീഡിയോ പറയാൻ പോകുന്നത്.
ഇത് സ്വാധീനിക്കുന്ന മേഖലകളെന്ന് പറയുന്നത് ഒന്ന്, എല്ലാവരുടെയും ഭാഗ്യസ്ഥാനത്തെ വർദ്ധിക്കുകയും കരിയർ സ്ഥാനം വർദ്ധിക്കുക, ബിസിനസ് വിജയം ഉണ്ടാകുക, ഓഹരിയുമായി ബന്ധപ്പെട്ട് ഊഹക്കച്ചവടവുമായിട്ട് ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഗുണങ്ങളുണ്ടാകുമെന്നും അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് തൊഴിൽപരമായിട്ടുള്ള മെച്ചം ഉണ്ടാകുമെന്നും അഗ്നി, അതായത് ഭൂമിയുമായിട്ട് ബിൽഡിംഗ് തൊഴിലാളികൾ, ബിൽഡിംഗ് വർക്ക്ഷോപ്പുകാർ, പാചക തൊഴിലാളികൾ, പെയിൻ്റടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യുന്നവർ, AC മെക്കാനിക്ക് അതുപോലുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ അപൂർവ യോഗം ഉണ്ടാകും എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൂടാതെ നമുക്ക് ഊഹക്കച്ചവടം, സ്വർണ്ണ വ്യാപാരം, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അഗ്നി കൊണ്ട് വ്യാപാരം ചെയ്യുന്ന, അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെൽഡിങ്, പാചകം, ഇതുപോലുള്ള ഇലക്ട്രിസിറ്റി ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ഒരുപാട് ജോലിക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് അതിഗംഭീരമായിട്ടുള്ള ഫലസിദ്ധി ഉണ്ടാകും. ഈ റിഗിലൊക്കെ ജോലി ചെയ്യുന്നതൊക്കെ അഗ്നിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പം നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോണം, നിങ്ങളുടെ തൊഴിൽ അഗ്നിയുമായി ബന്ധപ്പെട്ടതാണോ, പെട്രോളിയം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നൊരു വാഹനം, വണ്ടി ഓടിക്കുന്നത് പെട്രോൾ ഒഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അഗ്നിയുടെ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്, കൂടുതലായിട്ടും വായുവിൻ്റെ അഗ്നിയുടെ. അപ്പം ഇങ്ങനെയുള്ള തൊഴിലാളികൾക്കെല്ലാം അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് ഗണിച്ചതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. പെട്ടെന്നൊരു ഉദാഹരണം പറയാം. ആദിത്യ ബുധ വ്യാഴ യോഗം മേടൻ രാശിക്കാർക്ക് ഇവർ 3-ാം ഭാവത്തിലേക്കാണ് അവരുടെ ആദിത്യ ബുധ യോഗം ഉണ്ടാകുന്നത്. 3-ാം ഭാവത്തെക്കുറിച്ച് നമ്മൾ സഹോദരസ്ഥാനം ഒക്കെ ചിന്തിക്കുന്ന ഒരു ഭാവമാണ്. കുടുംബസ്ഥാനം, സഹോദരസ്ഥാനം, 3-ാം ഭാവം കൊണ്ട്. ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ കൂറുകൾ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ചന്ദ്രൻ എവിടെയാണെന്ന് നോക്കിയാൽ നിങ്ങൾ ഏത് കൂറുകാരനാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇതിനകത്ത് കരുതുന്ന നക്ഷത്രങ്ങളെ കൂടെ പെട്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഇടവക്കൂറുകാർക്ക് ധനസ്ഥാനത്തേക്കാണ് മാറാൻ പോകുന്നത്. വ്യാഴം ആദിത്യ ബുധയോഗം നിങ്ങൾക്ക് ധനസ്ഥാനത്തേക്കാണ് ഇടവക്കൂറുകാർക്ക് വരുന്നത്. മിഥുനക്കൂറുകാർക്ക് ജന്മത്തിലാണ് ഈ അപൂർവ യോഗം ഉണ്ടാകാൻ പോകുന്നത്. കർക്കിടകക്കൂറുകാർക്ക് 12-ലും, അതുപോലെ തന്നെ ചിങ്ങക്കൂറുകാർ, ഇത് കർക്കിടകക്കൂറാണ്, കർക്കിടകം, ഇത് ചിങ്ങം. ചിങ്ങക്കൂറുകാർക്ക് 11-ലാണ് ആദിത്യ ബുധ വ്യാഴയോഗം. അതുപോലെ തന്നെ കന്നിക്കൂറുകാർക്ക് 10-ാം ഭാവത്തിലും, തുലാക്കൂറുകാർക്ക് 9-ാം ഭാവത്തിലേക്കും, വൃശ്ചികക്കൂറുകാർക്ക് 8-ാം ഭാവത്തിലേക്കും. അങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ചാൽ നിങ്ങൾ ചന്ദ്രൻ ഇവിടെ ഉള്ളവർ നിങ്ങൾ എണ്ണുന്ന 1, ഇത് 1 എന്ന് എണ്ണണം. ചന്ദ്രൻ നിൽക്കുന്ന ഭാവത്തെ 1 എന്ന് എണ്ണണം. 1, 2, 3, 4, 5, 6, 7, 8. അപ്പം വൃശ്ചികക്കൂറുകാർക്ക് 8-ാം ഭാവത്തിലും, ധനുക്കൂറുകാർക്ക് 7-ല്, മകരക്കൂറുകാർക്ക് 6-ല്, കുംഭക്കൂറുകാർക്ക് 5-ല്, മീനക്കൂറുകാർക്ക് 4-ല്, മേടക്കൂറുകാർക്ക് 3-ാം ഭാവത്തിൽ, ഇടവക്കൂറുകാർക്ക് 2-ാം ഭാവത്തിലേക്ക് ഈ പറയുന്ന അഖണ്ഡ സാമ്രാജ്യ രാജയോഗം അപൂർവങ്ങളിൽ അപൂർവങ്ങളായി സംഭവിക്കുന്ന ഈ രാജയോഗം സംഭവിക്കും എന്നുള്ളതാണ് ജ്യോതിഷം നോക്കിയതിൽ നിന്നും മനസ്സിലാവുന്നത്. ഇതിൽ ആദ്യമായിട്ട് എടുത്തു പറയേണ്ട ഒരു രാശിക്കാർ എന്ന് പറയുന്നത് മിഥുനക്കൂറുകാരാണ്. മകയിരത്തരയും തിരുവാതിരയും പുണർത്തൽ മുക്കാൽ വരുന്ന മിഥുനക്കൂറുകാർക്ക് ഏറ്റവും വലിയ രാജയോഗ ഫലങ്ങളുണ്ടാവുകയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രത്തിലുള്ള രാഷ്ട്രീയക്കാർ, വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, ബിസിനസ്സുകാർ ഇവർക്ക് വിജയപ്രദമായിട്ടുള്ളതും ധനപരമായിട്ടുള്ളതുമായിട്ടുള്ള ഭാഗ്യം ഉണ്ടാവുകയും അതിന് പ്രകാരമായിട്ട് സർവ്വ ഐശ്വര്യം ഉണ്ടാവുകയും സർവ്വഭാഗ്യം ഉണ്ടാവുകയും ധനയോഗം ഉണ്ടാവുകയും അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗ ഭാഗ്യം ഉണ്ടാവുകയും കിട്ടത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ധനങ്ങൾ പോലും പെട്ടെന്ന് വർദ്ധിക്കുകയും ചെയ്യുമെന്നും കടബാധ്യതകളൊക്കെ വിട്ടൊഴിഞ്ഞു മാറുന്നതിനും ഒക്കെ ഒരു അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകുമെന്നും മകയിരത്തരയും തിരുവാതിരയും പുണർത്തൽ മുക്കാൽ വരുന്ന മിഥുനക്കൂറുകാർക്ക് അതിവിശേഷപ്പെട്ട യോഗഫലമായിട്ടാണ് ഈ വരുന്ന ഒരു ഫലസിദ്ധി കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മിഥുനക്കൂറിൽ വരുന്ന ഒരാളിനെ നമുക്ക് എടുക്കാം. ആദ്യമായിട്ട് നമുക്ക് മകയിരം നക്ഷത്രക്കാരനെ എടുത്താൽ അപ്പം മകയിരം നക്ഷത്രക്കാരനെ നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ മകയിരം നക്ഷത്രക്കാരന് മകയിരം, ചിത്തിര, അവിട്ടം നക്ഷത്രം, അവർ അനുജന്മ നക്ഷത്രം എന്ന് പറയും. അവർ ജനിക്കുന്നത് ചൊവ്വാദശയിലായിരിക്കും ജനിക്കുന്നത്. ഒരു 3 വർഷം നമുക്ക് കൂട്ടാം. ചൊവ്വാദശ കഴിഞ്ഞാൽ അവർക്ക് പിന്നെ 18 വർഷം രാഹുർദശാകാലമായിരിക്കും. 21 വയസ്സ് വരെ രാഹു ആയിരിക്കും. രാഹു കഴിഞ്ഞാൽ പിന്നെ വ്യാഴദശയായിരിക്കും ഏകദേശം 37 വയസ്സ് വരെ. വ്യാഴം കഴിഞ്ഞാൽ പിന്നെ ശനിയായിരിക്കും 9, 7, 16, 56 വയസ്സ് വരെ. അപ്പം നിങ്ങൾ ഈ പ്രകാരം ഇത് കൃത്യമായ കണക്കാണ് നമ്മൾ പറയുന്നത്, ഉദ്ദേശം കൃത്യമായിട്ടുള്ള കണക്കാണ് പറയുന്നത്. 3 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് രാഹുവിൻ്റെ ദശാകാലമായിരിക്കും.
അപ്പോൾ ഈ രാജയോഗം നിങ്ങൾക്ക് രാഹുവിൻ്റെ ദശാകാലവും കൂടെ ചേർത്തായിരിക്കും അനുഭവത്തിൽ വരുന്നത്. രാഹു ജാതകപ്രകാരം എവിടെ നിൽക്കുന്നു, ഏത് ഭാവത്തിൽ നിൽക്കുന്നു എന്നതുകൂടെ ആസ്പദമാക്കിയിട്ട് രാഹുർ ദശാദോഷകാലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ രാഹുവിനുള്ള പ്രതിവിധികൾ, നാഗപരിപൂജകൾ, ശിവക്ഷേത്രത്തിൽ രുദ്രസൂക്തം പോലുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ മാത്രമേ 21 വയസ്സുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ഗുണഫലങ്ങളിലൂടെ കിട്ടത്തുള്ളൂ. രാഹു അനുകൂലമായിട്ട് നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല. 21 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ള ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വ്യാഴദശാകാലമായിരിക്കും. അപ്പം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് മകയിര നക്ഷത്രക്കാരൻ്റെ ഒരു കാര്യം ഉദാഹരണം പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ആ കക്ഷിക്ക് 21 വയസ്സ് മുതൽ 37 വയസ്സ് വരെ വ്യാഴദശാകാലമായിരിക്കും. ആ കക്ഷിക്ക് വ്യാഴം ഉച്ചരാശിയിലോ വ്യാഴം പ്രധാനമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്താണ് ഈ കക്ഷി ജനിച്ചിരിക്കുന്നതെങ്കിൽ ഈ പറയുന്നത് പോലെ അഖണ്ഡ സാമ്രാജ്യ യോഗം എന്ന് പറയുന്നത് പോലെയുള്ള രാജയോഗ ഫലം അനുഭവത്തിൽ വരും. നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോ കക്ഷി കാണേണ്ട ആവശ്യം പോലും വരുന്നില്ല. എന്താ കാര്യം? കക്ഷിക്ക് കഷ്ടകാലമില്ലല്ലോ. കഷ്ടകാല സമയമോ അല്ലെങ്കിൽ ദുരിതമോ അനുഭവിക്കാത്ത ഒരാൾ പോലും ജ്യോതിഷത്തോട്ട് പെട്ടെന്ന് നോക്കത്തില്ല. അല്ലെങ്കിൽ കക്ഷിക്ക് ജ്യോതിഷത്തിനോട് ഇച്ചിരി താല്പര്യമുള്ള ഒരാളാണെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് നോക്കത്തുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 37 വയസ്സ് വരെയുള്ള 21 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ള ആളുടെ വ്യാഴം പ്രതികൂല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും ജ്യോതിഷം നോക്കും. അദ്ദേഹത്തിൻ്റെ സമയം ദോഷമായിട്ടായിരിക്കും കാണിക്കുന്നത്. ഈ പറയുന്ന യോഗഫലങ്ങൾ കക്ഷിക്ക് അനുഭവത്തിലൂടെ വരണമെന്നവരിൽ ഇദ്ദേഹത്തിൻ്റെ വ്യാഴദശാകാലമായതുകൊണ്ട് വ്യാഴം നിൽക്കുന്ന രാശിക്ക് അനുസ്പൃതമാക്കിയിട്ട് വിഷ്ണു പൂജയോ ലക്ഷ്മി പൂജയോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത് അനുകൂലമായിട്ട് വരത്തുള്ളൂ. ഇനി 37 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ള ഒരാളുടെ കാര്യമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ മകയിരക്കാരനെയാണ് പറയുന്നത്. അപ്പോൾ 37നും 56നും ഇടയ്ക്കുള്ള ഒരു മകയിര നക്ഷത്രക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ശനിയായിരിക്കും എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒരു നക്ഷത്രക്കാരൻ്റെ കാര്യം പറയുമ്പോൾ വയസ്സിനനുസരിച്ച് നിങ്ങളുടെ ദശാകാലം വ്യത്യാസപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാത്തതാണ് നമ്മുടെ ഇത് അനുഭവത്തിൽ വരുന്നില്ല എന്നുള്ള പരാതിയുടെ പ്രധാനപ്പെട്ട കാരണം പറയുന്നതിൻ്റെ പ്രശ്നം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങളുടെ ദശാകാലം ഏതാണ്. നിങ്ങൾ കാണുന്ന ഒരാൾ അശ്വതി മുതൽ രേവതി വരെയുള്ള ഒരാളാണെങ്കിൽ എൻ്റെ ഇപ്പോഴും നിലവിലുള്ള ദശാകാലം ഏതാണ്, ആ ദശാകാലത്തിന് നാഥൻ ആരാണ്? ഒരു നാഥനുണ്ടായിരിക്കും ആ ദശാകാലം. അപ്പം കേതു മുതൽ ഇനി രാഹു മുതൽ വരെയുള്ള രാഹു, സൂര്യൻ, ശുക്രൻ, ആദിത്യൻ, ബുധൻ, ചൊവ്വ ഇങ്ങനെയുള്ള ഓരോ ഗ്രഹങ്ങളുടെയും ദശാകാലമായിരിക്കും നിങ്ങൾക്ക് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥിതി ഇപ്പോൾ ചൊവ്വയാണ്, ചൊവ്വ പ്രതികൂലത്തിലാണെങ്കിൽ പ്രശ്നമായിരിക്കും. നിങ്ങൾക്ക് ശുക്രദശയായിരിക്കും. ശുക്രൻ ദോഷത്തിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും, നിങ്ങൾക്ക് ധനപരം. ശുക്രദശാകാലം നല്ലതാണ് എന്ന് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ശനിദശാകാലം ദോഷമാണെന്ന് പഠിച്ചു വെച്ചിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. വ്യാഴദശാകാലം നല്ലതാണെന്ന് പഠിച്ചു വെച്ചിരിക്കുന്നവരുണ്ട്. ചൊവ്വാദശാകാലം മോശമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇനി രാഹുർ ദശാകാലവും കേതുർ ദശാകാലവുമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ദോഷമാണ് എന്ന് പഠിച്ചു വെച്ചിരിക്കുന്ന ജ്യോത്സ്യന്മാരുമുണ്ട്, സാധാരണക്കാരുമായിട്ടുള്ള ആളുകളുമുണ്ട്. ഇത് തെറ്റാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കേതുർ ദശാകാലം നമുക്ക് കേതുവിൻ്റെ സ്ഥിതി നല്ല സ്ഥിതിയിലാണ്, വ്യാഴത്തിൻ്റെ ഒരു ബലമൊക്കെ ദൃഷ്ടിയിലൊക്കെയാണ് കേതു നിൽക്കുന്നതെന്ന് വരിയിൽ വാരിക്കോരി ധനയോഗം ഉണ്ടാവുകയും കോടീശ്വരനാവുകയും പെട്ടെന്ന് പണക്കാരനാവുകയും ഒക്കെ ചെയ്യും ഈ കേതുർ ദശാകാലമുള്ള ആൾ. പക്ഷേ ജ്യോത്സ്യം നോക്കിക്കഴിഞ്ഞാൽ പറയും നിങ്ങൾക്ക് കേതുർ ദശാകാലമാണെങ്കിൽ വലിയ കഷ്ടകാലമായിരിക്കും, കടവും മേടിച്ചതും പോകും. പക്ഷേ നിങ്ങൾക്ക് അടുത്ത വരാൻ പോകുന്ന ശുക്രദശാകാലമാണ്. ശുക്രദശാകാലം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട, 2000 ഇത്ര മുതൽ നിങ്ങൾക്ക് പിന്നെ ശുക്രദശാകാലമായിരിക്കുമെന്ന്. അപ്പോൾ ജ്യോത്സ്യൻ്റെ കുറ്റമല്ല. ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ആനയാണ്. ആനയുടെ എവിടെയാണ് നമ്മൾ പിടിക്കുന്നത് അതുപോലെ ഇരിക്കും, അത് നോക്കുന്നതും അതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ശ്രേഷ്ഠനും മറ്റുള്ളവർ മോശമെന്നല്ല ഇതിനെക്കുറിച്ച് അർത്ഥം പറയുന്നത്. ശുക്രൻ നിങ്ങൾക്ക് നീചഭാവത്തിലോ ദോഷസ്ഥാനത്തോ ഒക്കെ നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധനബാധ്യതകൾ, ധനപരമായിട്ടുള്ള ബാധ്യതകൾ, കടബാധ്യതകളൊക്കെ വർദ്ധിക്കുക. അപ്പോൾ ശുക്രദശാകാലം എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഇത്രയും ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മളിവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ആദിത്യ വ്യാഴ ബുധയോഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ വിശദമായ കാര്യങ്ങളൂടെ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാകും. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ വരുന്ന ഇവരുടെ മാത്രം കാര്യമല്ല ഞാൻ പറയുന്നത്, എല്ലാവരുടെയും കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ അല്ലാതെ ഞാൻ ഇത്രയും പേർക്ക് ഇന്ന ഫലം ഉണ്ടാകുമെന്ന് വേണേൽ പറയാം. നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഗുണമുണ്ടാകും, 10 രാഷ്ട്രീയക്കാർക്ക് ദോഷമുണ്ടാകും, വേറെ ബിസിനസ് ചെയ്യുന്നവർക്ക് കുറച്ച് ദോഷമുണ്ടാകും, കുറച്ച് പേർക്ക് നല്ലതുണ്ടാകും. കുറേ നാളുകാരെക്കുറിച്ച് പറയുക. ഇപ്പോൾ പറയുക രേവതി നക്ഷത്രക്കാർക്കെല്ലാം നല്ലതാണ്, ഈ പറയും പൂരട്ട നക്ഷത്രക്കാർക്കെല്ലാം ദോഷമാണ്. അങ്ങനെ ആർക്ക് വേണേലും, ഒരു ജ്യോതിഷം പഠിക്കാത്ത ആർക്ക് വേണേലും പറയാൻ പറ്റും. ഇന്ന് നിസ്സാരമായിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ എന്തെങ്കിലും കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ സുഖമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. പക്ഷേ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് പെട്ടെന്ന് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കും. നമുക്കിപ്പം മകയിരത്തരെ തിരുവാതിര നക്ഷത്രക്കാരനെ എടുത്തു കഴിഞ്ഞാൽ തിരുവാതിര നക്ഷത്രക്കാരൻ ജനിക്കുന്നത് രാഹുർ ദശയിലായിരിക്കും. ഈ തിരുവാതിര നക്ഷത്രക്കാരൻ ജനിക്കുന്നത് രാഹു 18 വർഷം ഉണ്ടാകും. അപ്പോൾ ഇവർക്ക് ഏകദേശം ഒരു 9 വർഷം നമുക്ക് കണക്ക് കൂട്ടിയാൽ തിരുവാതിര ചോതി ചതയം നക്ഷത്രക്കാരിൽ വരുന്ന ഒരാൾ, തിരുവാതിര ചോതി ചതയം വരുന്ന ഒരാളെന്ന് വിചാരിക്കുക.
അതിൽ തിരുവാതിര നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പം തിരുവാതിര നക്ഷത്രക്കാരന് ഒരു 9 വയസ്സാകുന്നവരെ കക്ഷിക്ക് രാഹുർദശാകാലമാണ് എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. ഒരു ഉദ്ദേശ കണക്കാണ് പറയുന്നത്. അതിൻ്റെ ചിലപ്പോൾ 7 കുറഞ്ഞ വ്യത്യാസം വരും. അപ്പോൾ രാഹുർ കഴിഞ്ഞാൽ പിന്നെ വ്യാഴമാണ് നമുക്കറിയാം. 16, 25, 16, 25, 19, 44 വയസ്സ് വരെ കക്ഷിക്ക് ശനിയായിരിക്കും. 44 വയസ്സ് മുതൽ ബുധനായിരിക്കും. 61 വയസ്സ് വരെ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇതിൽ തന്നെ വരുന്ന 9 വയസ്സുള്ളവർക്ക് അവർക്ക് രാഹുർ ദശാകാലമായിരിക്കും. 9 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്ക് വ്യാഴ ദശാകാലമായിരിക്കും. അപ്പോൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ വ്യാഴം ഇപ്പോൾ 20 വയസ്സുള്ള ഒരാൾ അല്ലെ 15 വയസ്സ് കഴിഞ്ഞൊരു കുട്ടിയുടെ ഒരു കാര്യമാണ് നമ്മളോട് ചോദിക്കുന്നത്, അല്ലെ 18 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ വിദ്യാഭ്യാസമായിട്ടുള്ള കാര്യവും അവരുടെ തൊഴിൽ യോഗത്തെക്കുറിച്ച് ചോദിക്കുമ്പം നമ്മൾ വ്യാഴത്തിൻ്റെ സ്ഥിതിയും കൂടെ ജാതകത്തിൽ നോക്കും. വ്യാഴം 3, 6, 8, 12 ഭാവങ്ങളിലൊക്കെ മറഞ്ഞാണ് നിൽക്കുന്നത് എങ്കിൽ അവർക്ക് ഈ പറയുന്ന ദോഷങ്ങളുണ്ടാകും. അതുകൊണ്ട് വ്യാഴത്തെയും കൂടെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാകത്തുള്ളൂ, ഈ പറയുന്ന യോഗഫലങ്ങൾ ഏത് വന്നാലും നിങ്ങളുടെ ദശാനാഥൻ പൂർണ്ണമായിട്ടും പ്രതികൂലത്തിലാണെങ്കിൽ, പ്രതികൂലത്തിൽ നിൽക്കുന്നെങ്കിൽ അതിനെ അനുകൂലത്തിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇനി നമുക്ക് അനുകൂലത്തിലാണെങ്കിൽ ആ ആനുകൂല്യം നല്ലത് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അത് കുറച്ചുകൂടി നല്ലതാകാനും മെച്ചപ്പെടാനും വേണ്ടിയിട്ടും കൂടി നമ്മൾ വഴിപാടുകൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് അടുത്തതായിട്ട് 25 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ളൊരു തിരുവാതിരക്കാരനെ എടുത്താൽ അയാൾക്ക് ശനിദശാകാലമായിരിക്കും. അപ്പോൾ ശനി ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് എങ്കിൽ കക്ഷി യാതൊരു കാരണവശാലും പേടിക്കേണ്ട. യോഗകാരകനൊക്കെ ആയിട്ട് തുലാൻ രാശിയിലൊക്കെ ശനി നിൽക്കുന്ന സമയത്താണ് ഈ കക്ഷി ജനിച്ചിരിക്കുന്നതെങ്കിൽ തിരുവാതിര നക്ഷത്രക്കാരനാണ്. കക്ഷിക്ക് ശനിദശാകാലമാണ്. കക്ഷിയുടെ ഇവിടെ നക്ഷത്ര രാശിയിലേക്ക് വ്യാഴം, ആദിത്യ, ബുധ യോഗം വന്നിട്ടുണ്ട്. അപ്പം ശനി അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഡബിൾ ഫലമായിട്ടായിരിക്കും കക്ഷിക്ക് അനുഭവപ്പെടാൻ പോകുന്നത്. ഇനി നേരെ മറിച്ച് ശനി മേടൻ രാശിയിൽ നിൽക്കുന്ന സമയത്താണ് ജനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ശനി ദോഷമായിട്ടുള്ള ഭാവത്താണ് കക്ഷിക്ക് നിൽക്കുന്നത് എന്ന് വരിയിൽ ഈ കക്ഷിക്ക് ഈ രോഗാരിഷ്ടതകളും വാതരോഗങ്ങളും അതുപോലെ തന്നെ കഷ്ടകാലങ്ങളും ദുരിതങ്ങളുമായിരിക്കും. അപ്പോൾ ഇയാൾ ഇങ്ങനെ പറയുന്ന ജാതകപ്രകാരം നമുക്കൊന്നും അനുഭവത്തിൽ വരുന്നില്ല, ഇതൊക്കെ ചുമ്മാ തട്ടിവിടുവാണ് എന്ന് പറയാനുള്ള ഒരു സാധ്യത കക്ഷിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നും. എന്നാൽ കക്ഷിയുടെ ശനിദശാകാലത്തിൻ്റെ ശനിയുടെ സ്ഥിതി എന്താണ് എന്ന് ഒന്ന് പരിശോധിക്കാൻ പോലും അവർ മെനക്കെടാതെ ആണ് അവരിങ്ങനെ പറയുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നമുക്കപ്പം പറഞ്ഞു മകയിരം, തിരുവാതിര. ഇനി പുണർദം നക്ഷത്രക്കാരനാണ് ഇതിനകത്ത് വരുന്ന ഈ നക്ഷത്രക്കാരനെങ്കിൽ ഇയാൾ ജനിക്കുന്നത് പുണർദം, വിശാഖം, പോരുരുട്ടാതി ജനിക്കുന്നത് വ്യാഴദശാകാലത്തായിരിക്കും ജനിക്കുന്നത്. അപ്പോൾ വ്യാഴം നമുക്ക് 16 വർഷമാണ് അനുഭവത്തിൽ വരുന്നത്. അപ്പോൾ വ്യാഴം ഇയാൾക്ക് ഒരു 8 വർഷം നമുക്ക് കണക്ക് കൂട്ടാം. 8 വയസ്സ് വരെ പുണർദം നക്ഷത്രക്കാരനായിട്ടുള്ളൊരു കുട്ടിക്ക് വ്യാഴദശാകാലമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ശനിദശാകാലമായിരിക്കും 27 വയസ്സ് വരെ. അത് കഴിഞ്ഞാൽ 17 വർഷം നമുക്ക് ബുധനായിരിക്കും. അപ്പം 44, 7, 51 വയസ്സ് കേതുവായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പുണർദം നക്ഷത്രക്കാരനാണ് ഇത് കേൾക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിന് വയസ്സ് 8നും 27നും മധ്യയാണെങ്കിൽ ഇദ്ദേഹത്തിന് ശനിദശാകാലമായിരിക്കും. ശനി അനുകൂലത്തിലാണോ പ്രതികൂലത്തിലാണോ എന്നതിനെ ആസ്പദമാക്കിയിരിക്കും ഇദ്ദേഹത്തിന് ഇതിൻ്റെ ഫലം അനുഭവപ്പെടുന്നത്. അടുത്തതായിട്ട് ഈ കക്ഷിക്ക് ബുധൻ്റെ ദശാകാലം 27 വയസ്സിനും 44 വയസ്സിനും മധ്യമുള്ള ഒരാളാണ്, പുണർദ നക്ഷത്രക്കാരനാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് 44 വയസ്സ് വരെയുള്ള ബുധൻ്റെ ദശാകാലമായിരിക്കും. ബുധൻ്റെ സ്ഥിതി അനുസരിച്ചായിരിക്കും. ബുധൻ എന്ന് പറയുന്നത് ഈ ഒന്നിനെ പോലെ മാറുന്ന ഒരു ഗ്രഹമാണെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ശുഭൻ്റെ കൂടെ നിന്നാൽ ശുഭൻ്റെ ഫലവും പാപൻ്റെ കൂടെ നിന്നാൽ പാപൻ്റെ ഫലവും ചെയ്ത് കാണിച്ചു വരും. കേതുവിനോടൊപ്പമാണ് ഈ കക്ഷി കയറി നിൽക്കുന്നത് എന്ന വരിയിൽ കേതുവിൻ്റെ ഗുണമായിരിക്കും കക്ഷി എടുത്ത് കാണിക്കുന്നത്. കണ്ണാടി പോലെയാണ്, ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇങ്ങോട്ട് കണ്ണാടി വെച്ച് നമ്മളെ പ്രതിഫലനം ചെയ്യുന്ന പോലെ കക്ഷി അങ്ങനെ കാണിക്കും. വ്യാഴത്തിൻ്റെ കൂടെ നിന്നാലോ വ്യാഴത്തിൻ്റെ ഗുണം മൊത്തം എടുത്തിട്ട് നമ്മുടെ കയ്യിലോട്ടിങ്ങി തരും. കേതുവിൻ്റെ കൂടെ നിന്നാലോ കേതുവിൻ്റെ എന്തൊക്കെ ദോഷഫലങ്ങളുണ്ടോ ആ ദോഷങ്ങൾ എടുത്ത് ഇങ്ങോട്ട് തരും. രാഹുവിൻ്റെ കൂടെ നിന്നാലോ ചൊവ്വയുടെ കൂടെ നിന്നാലോ ശനിയുടെ കൂടെ നിന്നാലോ പാപനോട് കൂടി ചേർന്നാൽ പാപൻ്റെ ഫലം ഗുണഗ്രഹത്തിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അനുകൂലമായിട്ടുള്ള ഗുണഗ്രഹത്തിൻ്റെ കൂടെ നിന്നാൽ അനുകൂല ഫലവും തരുന്ന ഗ്രഹമായിരിക്കും അപ്പം ബുധൻ്റെ ദശ. അപ്പോൾ ഇദ്ദേഹത്തിന് 27 വയസ്സ് മുതൽ 44 വയസ്സ് വരെ ബുധൻ്റെ ദശാകാലമായിരിക്കും. ആർക്ക്? നമ്മൾ നേരത്തെ പറഞ്ഞ പുണർദ നക്ഷത്രക്കാരന്. അപ്പോൾ ഇദ്ദേഹത്തിന് 44 വയസ്സും 51 വയസ്സ് വരെയുള്ള ഒരാളാണെങ്കിൽ എന്ത് പറ്റും? കേതുർ ദശാകാലമായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ കേതുർ ദശാകാലം വളരെയധികം ദോഷത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഇദ്ദേഹം കയ്യിലിരിക്കുന്ന സർവ്വ കാര്യങ്ങൾക്കും ദോഷം വരും. അപ്പം കേതു അനുകൂലമായിട്ടുള്ള ഫലമാണ്. 44 വയസ്സിനും 51 വയസ്സിനും ഇടയ്ക്കുള്ള ഒരാൾ വിദേശത്തിരുന്നുകൊണ്ട് ഈ വീഡിയോ കേൾക്കുകയാണ്. കക്ഷിക്ക് കഷ്ടകാലം, കടബാധ്യത, വീട്ടിലുള്ളവർക്ക് യാതൊരു സ്നേഹവുമില്ല, ഇയാൾ വിളിച്ച് കേട്ട് എന്നുള്ള സ്ഥിതിയിലായിരിക്കും. ബന്ധുക്കളെല്ലാം അകന്ന്, സുഹൃത്തുക്കളെല്ലാം ശത്രുവായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും പുണർദ നക്ഷത്രക്കാരൻ. ഈ വീഡിയോ കേൾക്കുമ്പം അയാൾ ചിലപ്പം വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോകാൻ സാധ്യതയുണ്ട്.
കാരണം അയാളുടെ അനുഭവം അതല്ല. അപ്പം ഇത് പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ അനുഭവം പ്രതികൂലമാണെങ്കിൽ നിങ്ങളുടെ ദശാനാഥൻ പ്രതികൂല സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു ശ്രമം നടത്തിയത്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റിയെങ്കിൽ അതിനെക്കുറിച്ച് സന്തോഷം. അടുത്തതായിട്ട് നമുക്കിവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും പേരുടെ കാര്യം നമ്മൾ പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മിഥുനൻ രാശിയിൽ വന്ന മകേരത്തരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാൽ വരുന്ന വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, രാഷ്ട്രീയ പ്രവർത്തകർ, ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്കെല്ലാം അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി ഉണ്ടാകുമെന്നും അവരുടെ കരിയർ വർദ്ധിക്കുമെന്നും അതുപോലെ തന്നെ ജ്ഞാനത്തിൻ്റെയും വിദ്യയുടെയും അധിപനായിട്ടുള്ള ബുധനും അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ രാജാവായിട്ടുള്ള സൂര്യനും ദേവഗുരു ബൃഹസ്പതിയും കൂടെ ഒന്നിച്ചു വരുമ്പോഴത്തേക്ക് സർവ ഗുണഫലങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവത്തിൽ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ജന്മത്തിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ട് നമ്മൾ കന്നിക്കൂറുകാരുടെ കാര്യമാണ് ഇതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്. കന്നിക്കൂറുകാർക്ക് 10ാം ഭാവത്തിൽ, അവിടെ 10 എഴുതി വെച്ചിട്ടുണ്ട്, കന്നിക്കൂറിൽ വരുന്ന ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരയരിയും വരുന്ന കന്നിക്കൂറുകാർക്ക് നിങ്ങൾക്ക് കർമ്മഭാവത്തിലേക്കാണ് ആദിത്യ വ്യാഴ ബുധ യോഗം ഉണ്ടാകാൻ പോകുന്നത്. കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ള പ്രവൃത്തിയിലാണ് അവിടെ ഗുണം വരാൻ പോകുന്നത്. ഒരു വീട്ടമ്മയ്ക്കാണെങ്കിൽ ആ വീട്ടമ്മയുടെ കർമ്മം, വീട് നോക്കുക, കുട്ടികളെ നോക്കുക, ഭർത്താവിനെ നോക്കുക, വീടിനെ നല്ല രീതിയിൽ പരിപാലിക്കുക, നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു വീട്ടമ്മയാണെങ്കിൽ വീട്ടമ്മയുടെ കർമ്മസ്ഥാനത്തേക്കാണ് ഈ പറയുന്ന കാര്യങ്ങൾ വരാൻ പോകുന്നത്. ഒരു LKG മുതൽ ഏത് വിദ്യാഭ്യാസം പഠിക്കുന്ന ഒരാളുടെയും വിദ്യാർത്ഥിക്കാണെങ്കിൽ വിദ്യാർത്ഥിയുടെ കർമ്മ മേഖലയിലേക്ക് ഈ പറയുന്ന യോഗം വരാൻ പോകുന്നു. ഒരു പ്രായമുള്ള ആൾ മുതൽ നവജാത ശിശുവായിട്ടുള്ള ഉത്തരത്തിൽ മുക്കാലും മൊത്തവും ചിത്തിരേരയും വരുന്ന കന്നിക്കൂറിൽ വരുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ അവർക്കും അനുകൂലമായിട്ടുള്ള കർമ്മഫലം ഉണ്ടാകാൻ പോകുന്നു, കർമ്മം കൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അപ്പം കന്നിക്കൂറിൽ വരുന്ന ഒരു പാചക തൊഴിലാളിയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്കും കർമ്മപരമായിട്ടുള്ള ഗുണം വരാൻ പോകുന്നു. ധാരാളം കല്യാണങ്ങൾ, ഇവൻറ്റുകൾ, മാനേജ്മെൻറ്റുകൾ, അതുപോലെ തന്നെ വിവാഹ പാർട്ടികൾ എന്ന് വേണ്ട നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തിരക്കുണ്ടാകാനുള്ള ഒരു സമയമായിട്ടാണ് ജ്യോതിശാസ്ത്രപരമായിട്ട് കാണുന്നത്. ഇലക്ട്രിക്, പ്ലംബിങ്, വയറിങ്, ഭൂമി നിർമ്മാണം, അതുപോലെ തന്നെ ഈ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആരുണ്ടോ അവർക്കെല്ലാം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന, സാഹിത്യരംഗത്തിൽ പ്രവർത്തിക്കുന്ന എഴുത്തുകാരായിട്ടുള്ള ആർക്കും വേണമെങ്കിലും ഇപ്പോൾ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ടാണ് പറയാൻ പറ്റുന്നത്. ആദിത്യൻ മരുന്നിൻ്റെ ആളാണ്, മരുന്ന്. അപ്പോൾ ഡോക്ടർമാർക്ക്, ബിഷപ്പ്മാർക്ക്, വൈദ്യന്മാർക്ക്, അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് പറയുന്നത്. അപ്പോൾ നിയമപരമായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം, സ്നേഹബന്ധങ്ങൾ, പ്രണയബന്ധങ്ങൾ എന്ന് വേണ്ട നിങ്ങളുടെ കർമ്മം എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെയെല്ലാം ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരേരയും വരുന്ന കന്നിക്കൂറുകാർക്ക് അതിശക്തമായിട്ടുള്ള ഗുണഫലമാണ് ഇതിൽ നിന്ന് പറയാൻ പോകുന്നത്. തൊട്ടടുത്തത് ധനുവിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇവരിങ്ങനെ കേന്ദ്രത്തിലാണ്. അതാണ് ആദ്യമായിട്ട് ജ്യോതിഷം നോക്കുന്നവർ മനസ്സിലാക്കേണ്ടത്. ഒരു ഗ്രഹം നിൽക്കുന്നതും അതിൻ്റെ കേന്ദ്രഭാവങ്ങളും ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുന്ന ഭാഗം. നേരെ നോട്ടം ധനുവിലേക്കാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ധനുക്കൂറുകാർക്കും മിഥുനക്കൂറുകാരുടെ കൂട്ട് ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് ഉണ്ടാകുന്ന ഒരു കൂറുകാരാണ് ധനുക്കൂറുകാർ. മൂലം പൂരാട ഉത്രാടത്തിൽ കാലുകാർ എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് മംഗല്യ സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, നിങ്ങളുടെ ഭാര്യ പിണങ്ങിപ്പോയിട്ടുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ ഡിവോഴ്സ് വരെ ആയി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലും നിങ്ങളുടെ മംഗല്യം നിങ്ങൾക്ക് തിരികെ വരും. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രകാരമുള്ളൊരു മംഗല്യം ഇപ്പോൾ വരും. നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള മെച്ചം ഉണ്ടാകും, സർവ്വ ഐശ്വര്യം ഉണ്ടാകും, സർവ്വഭാഗ്യം ഉണ്ടാകും എന്ന് വേണ്ട എന്താണോ അനുകൂലം, നിങ്ങൾ എന്താണോ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഒരു പോലീസുകാരനാണ് ഇത് കാണുന്നതെങ്കിൽ കക്ഷിക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റപ്പെടുകയും അവിടെ ചെന്ന് വളരെ സുഖകരമായിട്ട് കക്ഷിക്ക് ടെൻഷൻ ഇല്ലാതെ ജോലി ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് മാറും. ഒരു വില്ലേജ് ഓഫീസറാണ് കാണുന്നതെങ്കിൽ അയാൾക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. ഒരു അധ്യാപകനാണ് കാണുന്നതെങ്കിൽ അദ്ദേഹത്തിനും അതുപോലുള്ള ഗുണമുണ്ടാകും. ഇനി ആരാണോ ഇത് കാണുന്നത്, ഇപ്പോൾ ഒരു വക്കീലാണ് ഇത് കാണുന്നതെങ്കിൽ വക്കീലിന് അതിൻ്റേതായ അനുസരിച്ചുള്ള കേസുകളും കാര്യങ്ങളൊക്കെ വരിക. നിസ്സാരമായിട്ട് കക്ഷി വാദിക്കുന്ന വാദങ്ങളെല്ലാം കോടതി അംഗീകരിച്ചിട്ട് കക്ഷിയുടെ കേസിൽ വിജയം ഉണ്ടാവുക, കക്ഷിക്ക് അതുമൂലം പ്രശസ്തി ഉണ്ടാവുക. പെട്ടെന്നായിരിക്കും കക്ഷി ഒരു പ്രശസ്തനായി മാറുന്നതും. ഒരാളിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഇങ്ങനെ ഏത് വിഭാഗത്തിൽപ്പെട്ട ഒരാളിനും ഈ ധനുക്കൂറിൽ വരുന്ന ഒരാളായിരിക്കണം. നിങ്ങൾ മൂലം പൂരാട ഉത്രാടത്തിൽ കാല് വരുന്ന ധനുക്കൂറുകാർക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല, നിങ്ങളുടെ ആനുകൂല്യഭാവം അവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. നിങ്ങളൊരു ജ്യോത്സ്യനാകാം, നിങ്ങളൊരു പൂജാരിയാകാം, നിങ്ങളൊരു പരികർമ്മിയാകാം, നിങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു പാചക തൊഴിലാളിയാകാം, നിങ്ങൾ ചിലപ്പോൾ ഒരു അമ്പലത്തിലെ കഴകമാകാം, എന്തോ ആയിക്കോട്ടെ. ചിലപ്പോൾ ആ അമ്പലത്തിൽ ഉത്സവമൊക്കെ വന്നിട്ട് ശേഷം നിങ്ങൾക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ടാകും.
അപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല, പലരും പറയാറുണ്ട് ഞങ്ങളുടെ കാര്യം പറയുന്നില്ല എന്ന് പറയാറുണ്ട്. ഞങ്ങൾ നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഇനി നമ്മൾ മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല് വരുന്നവരുടെ മൂലം നക്ഷത്രക്കാരെ നമ്മൾ എടുത്താൽ ഇദ്ദേഹം ജനിക്കുന്നത്, മൂലം നക്ഷത്രക്കാരൻ ജനിക്കുന്നത് കേതുർദശകാലത്തായിരിക്കും ഇദ്ദേഹം ജനിക്കുന്നത്. നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ ഒരു മൂലം നക്ഷത്രക്കാരനാണെങ്കിൽ കേതുർദശയിലായിരിക്കും ജനിക്കുന്നത്. നിങ്ങൾക്ക് ശുക്രൻ 23 വയസ്സ് വരെ ശുക്രനായിരിക്കും, 29 വയസ്സ് വരെ ആദിത്യനായിരിക്കും, 39 വയസ്സ് വരെ ചന്ദ്രദശയായിരിക്കും, 46 വയസ്സ് വരെ ചൊവ്വാദശയായിരിക്കും. ചൊവ്വ കഴിഞ്ഞാൽ പിന്നെ രാഹു, 64 വയസ്സ് വരെ രാഹു ആയിരിക്കും. പിന്നെ അങ്ങോട്ട് പറയാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഒരുവിധം 60 വയസ്സ് മുതലും 18 വയസ്സ് മുതലുള്ള ആൾക്കാരാണ് ഈ വീഡിയോ കൂടുതലായിട്ട് കാണുന്നത്. അപ്പം നിങ്ങൾ ഉദ്ദേശം പറയുക, നിങ്ങൾ മൂലം നക്ഷത്രത്തിൽപ്പെട്ട ഒരാളാണ്, നിങ്ങൾ 23 വയസ്സ് വരെയുള്ള ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ശുക്രദശാകാലമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ആ കുട്ടി മനസ്സിലാക്കുക. അപ്പോൾ ശുക്രൻ നിങ്ങളുടെ ജാതകപ്രകാരം അനുകൂലമായിട്ട് നിൽക്കുന്നെങ്കിൽ ഈ പറഞ്ഞ അനുകൂല ഫലങ്ങൾ കൂടുതലായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ ശുക്രനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശുക്രപരിഹാര കർമ്മമായിട്ടുള്ള വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തുക, വെള്ളിയാഴ്ച ഗണപതി ഹോമം നടത്തുക, വെള്ളിയാഴ്ച പുഷ്പാഞ്ജലികൾ നടത്തുക, ഇങ്ങനെയുള്ള വഴിപാടുകൾ നടത്തി ശുക്രനെ പ്രീതിപ്പെടുത്തണം. അല്ലെങ്കിൽ ശുക്രൻ്റെ സ്തോത്രമുണ്ട്, ആ സ്തോത്രം ജപിച്ചിട്ട് നിങ്ങളതിൻ്റെ ദോഷങ്ങൾ മാറ്റണം. ഹിമകുന്ദ മൃണാളാഭം ദൈത്യാനാം പരമഗുരും സർവശാസ്ത്ര പ്രവർത്തനം ഭാർഗവം പ്രണവാമ്യഹം എന്ന് പറയുന്ന മന്ത്രമുണ്ട്, സ്തോത്ര മന്ത്രമുണ്ട്. ആ മന്ത്രം നിങ്ങൾ സ്ഥിരമായിട്ട് ജപിക്കണം. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ ഈ സ്തോത്രം നിങ്ങൾക്ക് ഈ പറയുമ്പോൾ എഴുതിയെടുക്കാൻ പറ്റത്തില്ല. ആ സ്തോത്രം ഗൂഗിളിലുണ്ട്. ഹിമകുന്ദ മൃണാളാഭം ദൈത്യാനാം പരമഗുരും സർവശാസ്ത്ര പ്രവർത്തനം ഭാർഗവം പ്രണവാമ്യഹം എന്ന് പറയുന്ന മന്ത്രമുണ്ട്. നിങ്ങൾ 23 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള ഒരാളാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആദിത്യ ദശാകാലമായിരിക്കും. നിങ്ങൾ തുലാം മാസത്തിലാണ് ജനിച്ചിരിക്കുന്നതെങ്കിൽ തുലാം നീചഭാവത്തിൽ നിൽക്കുന്ന സമയത്താണ് ജനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഗുണഫലം പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആദിത്യ ദശാകാലമാണ് നടക്കുന്നത്. ആദിത്യൻ നീചഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഗുണഫലങ്ങൾ കിട്ടത്തില്ല എന്ന് മാത്രമല്ല ദോഷം ഉണ്ടാവുകയും ചെയ്യും. അതിൻ്റെ കാരണമായിട്ട് നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തിയിട്ട് ആദിത്യ രുദ്രസൂക്ത മന്ത്രാർച്ചന, മൃത്യുഞ്ജയ ഹോമം, കൂവളത്തിൻ്റെ മാല ഒക്കെ നടത്തി നെയ്യഴിച്ച് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയോടുകൂടി വന്നാൽ മാത്രം നിങ്ങൾക്കതിൻ്റെ ഗുണമുണ്ടാകും. അടുത്തതായിട്ട് നിങ്ങൾക്ക് 29 വയസ്സിനും 39 വയസ്സിനും മധ്യമുള്ള ഒരാളാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചന്ദ്രദശാകാലമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയാണ് നിങ്ങൾക്കറിയാം, എങ്കിലും നിങ്ങൾ കർത്തവാവിനോടനുബന്ധിച്ചുള്ള ദിവസമാണൊക്കെ ജനിച്ചിരിക്കുന്നതെങ്കിൽ ചന്ദ്രൻ്റെ ബലം കുറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും. നിങ്ങളുടെ ലഗ്നാൽ ചന്ദ്രൻ 6ാം ഭാവത്തിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചന്ദ്രദശാകാല ദോഷമുള്ളതിനാൽ ഈ പറയുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരാൻ സാധ്യത കുറവായിട്ടുമായിരിക്കും. അടുത്തതായിട്ട് നിങ്ങൾ 39 വയസ്സിനും 46നും മധ്യയുള്ള ഒരാളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വാദശാകാലമായിരിക്കും. ചൊവ്വയും കൂടെ അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫലം ഉണ്ടാകും. ഈ അനുകൂലമല്ലെങ്കിൽ പ്രതികൂലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പ്രതികൂലത്തിൽ നിൽക്കുന്ന ചൊവ്വയെ അനുകൂലത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിഹാര കർമ്മങ്ങളുണ്ട്. ചൊവ്വ ഭദ്രകാളിയുടെ മൂർത്തിയാണ്. ഭദ്രകാളി ദേവിക്കും സുബ്രഹ്മണ്യനും വഴിപാട് നടത്തിയാൽ നിങ്ങൾക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഇനി 46 വയസ്സിനും 64നും മധ്യമുള്ള ഒരാളാണ്, ഒരു പ്രായമുള്ള ഒരാളാണ് ഈ വീഡിയോ കാണുന്നത്, മൂലം നക്ഷത്രക്കാരനാണെങ്കിൽ 46നും 64നും ഇടയ്ക്കുള്ളതാണെങ്കിൽ കക്ഷിക്കിപ്പം ചൊവ്വ കഴിഞ്ഞ് രാഹുർ ദശാകാലമായിരിക്കും നടക്കുന്നത്. അപ്പം 47 വയസ്സുള്ള ഒരാളോ അല്ലെങ്കിൽ 50 വയസ്സുള്ള ഒരാളോ കാണുവാണ്, വീട്ടിലെല്ലാവരും ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ കക്ഷിക്ക് രോഗാരിഷ്ടതകളൊക്കെ വന്നോ, ഷുഗറൊക്കെ വന്നിട്ടോ കാലൊക്കെ പോയിട്ടോ എന്തെങ്കിലും ആക്സിഡൻ്റൊക്കെ പറ്റിയിട്ടോ ഇങ്ങനെ കട്ടിലൊക്കെ കിടക്കുന്നൊരവസ്ഥയൊക്കെ ആയിരിക്കുന്ന ആളുകളുണ്ടാകും. ചിലപ്പം കയ്യിലിരിക്കുന്നതെല്ലാം നഷ്ടപ്പെട്ട് പോയിട്ട് ജീവിതത്തിലൊന്നുമില്ലാത്തൊരവസ്ഥയിലായിരിക്കും. അല്ലെങ്കിൽ പ്രായമായ മക്കളെ കല്യാണമൊക്കെ കഴിപ്പിച്ച് വിട്ടിട്ട് അവരുടെ ദാമ്പത്യ ജീവിതങ്ങളെ കൊണ്ട് ഇയാൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതൊക്കെ മക്കൾക്ക് കൊടുത്ത് അവരെ കെട്ടിച്ച് വിട്ടതിന് ശേഷം അവരുടെ ജീവിതം ദുഃഖത്തിലായി അവർക്ക് കൊടുത്ത ധനമെല്ലാം നഷ്ടപ്പെട്ടൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയിലുള്ള ഒരാളായിട്ട് ഇത് കേൾക്കുന്നതെങ്കിൽ കക്ഷിക്ക് മിക്കവാറും ദേഷ്യമേ വരത്തുള്ളൂ. ഇവന്മാരെല്ലാം തട്ടിപ്പാണവന്മാരെല്ലാം പറയുന്നതെന്ന് കക്ഷിക്ക് തോന്നും. അതവരുടെ കുറ്റമല്ല. ചിലപ്പോൾ കയ്യിരിക്കുന്നതെല്ലാം പോയി നമുക്ക് ധനമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ മറ്റവർ ഇത് കാണത്തില്ലല്ലോ. നമുക്കിപ്പോൾ നല്ല ഉയർച്ചയിൽ നിൽക്കുകയാണ്, നല്ല കാറൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ വീട്, വാഹനം, സ്വർണ്ണാഭരണങ്ങൾ, മക്കൾക്കെല്ലാം നല്ല ജോലി, ഈ കക്ഷിക്ക് പെൻഷൻ വരുന്നുണ്ട് മാസം തോറും, എല്ലാം വരുന്നുള്ള ഒരാളാണെങ്കിൽ കക്ഷി ഒരു കാരണവശാലും ജ്യോതിഷം നോക്കത്തുമില്ല. ജ്യോതിഷത്തെ അവർ പുച്ഛിക്കുകയും ചെയ്യും. അമ്പലത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് അവർ ചുമ്മാതാന്ന് പറയുകയും ചെയ്യും. അത് അവരുടെ കുറ്റമല്ല. അവർ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ അതാണ്. അവർക്ക് പ്രശ്നങ്ങളില്ലല്ലോ. ഒരാൾ വെറുതെ ഒരു ആശുപത്രിയിൽ പോയിട്ട് എനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ ഡോക്ടറെ എന്ന് ചോദിക്കുന്ന ഒരാളിനെ ഞാൻ പ്രധാനമായിട്ട് കണ്ടിട്ടില്ല. ചുമ്മാ ബോഡി ചെക്കപ്പ് നടത്തുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ജ്യോതിഷം പറയുമ്പോൾ നിങ്ങൾ 46 വയസ്സിനും 64നും മധ്യ വയസ്സുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് രാഹുർദശാകാലമാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന അനുഭവത്തിൽ വരാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ നാഗപ്രീതി വരുത്തുക.
നാഗദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടി, എണ്ണ, കർപ്പൂരം, ചന്ദനത്തിരി പോലുള്ള വഴിപാടുകൾ നടത്തിക്കോളൂ. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചിരിക്കും. ഇത്രയും കാരണം ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ മീനക്കൂറുകാർക്കാണ് അതിവിശേഷപ്പെട്ട ഈ യോഗം ഉണ്ടാകാൻ പോകുന്നത്. ഈ മീനക്കൂറുകാർക്ക് വ്യാഴം ആദിത്യ ബുധ യോഗം കൊണ്ട് 4-ാം ഭാവത്തിലാണ് സംഭവിക്കുന്നത്. 4-ാം ഭാവം ഗൃഹസ്ഥാനമാണ്. ഗൃഹത്തിൽ വീടിൻ്റെ പണികൾ നടക്കുക, വസ്തു വിൽപ്പന സംബന്ധമായിട്ട് നിങ്ങളൊരു വസ്തു വിറ്റ് നിങ്ങൾക്ക് കുറച്ച് പൈസയുടെ ഇടപാടുകളൊക്കെ തീർക്കണം, അല്ലെങ്കിൽ മക്കളെ കെട്ടിക്കണം എന്നുള്ളൊരവസ്ഥയിലൊക്കെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ എഴുതി വെച്ച് ഉറപ്പായിട്ട് നടന്നിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ആരെങ്കിലും പണം തരാനുണ്ട്, വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് പണം കിട്ടാനുള്ളതാണ്, ഒരു കേസിൽപ്പെട്ട് കിടക്കുകയാണ് എന്ന് വിചാരിച്ചു, അത് നടന്നിരിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് വിദ്യാപുരോഗതി ഉണ്ടാവും. പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രമോഷൻ ഉണ്ടാകും. വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ന് വേണ്ട ഗൃഹപരമായിട്ടുള്ള, അതുപോലെ വാഹനങ്ങൾ മാറിയെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക്, ഹയർ സ്റ്റഡീസിന് പോകാനുള്ള കാര്യങ്ങളുണ്ടാവുക, ജോലിയിൽ പ്രമോഷൻ ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവുകയും സമ്പത്ത് വന്ന് കുമിഞ്ഞു കൂടുകയും ചെയ്യും എന്നുള്ളതാണ് ജ്യോതിശാസ്ത്രപരമായിട്ട് പറയുന്നത്. മീനക്കൂറുകാരായിട്ടുള്ള ഉരുട്ടാതികാൽ, ഉത്തരട്ടാതി, രേവതി നക്ഷത്രക്കാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരുണ്ടെന്ന് വരിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് ഈ വരുന്ന രാഷ്ട്രീയ കാലം വളരെയധികം നല്ലതായിരിക്കും. നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. ബിസിനസ് വിജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്ത് ബിസിനസ് ചെയ്താലും നിങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സമയമാണ് മീനക്കൂറുകാർക്ക്. കണ്ടകശിനി ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. അതുകൂടാതെ ഇനി മീനക്കൂറിൽ വരുന്ന ഒരു നക്ഷത്രക്കാരനെ നമ്മൾ എടുത്താൽ, ഉത്തരട്ടാതി നക്ഷത്രക്കാരെ നമ്മൾ ഒന്ന് എടുത്തു എന്ന് വിചാരിക്കാം. ഉത്തരട്ടാതി നക്ഷത്രക്കാരനെ നമ്മൾ ഇതിനകത്ത് ഉദാഹരണമായിട്ട് അവരുടെ ഒരു കാര്യം പറയാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യം. ഇപ്പോൾ ഉത്തരട്ടാതിയുടെ അല്ലേ എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്ത് പോകാൻ നിൽക്കേണ്ട. ഉത്തരട്ടാതി നക്ഷത്രക്കാരൻ്റെ പറയുമ്പോൾ നിങ്ങൾക്കൂടെ അനുകൂലമാവുന്ന കാര്യത്തിലൂടെയാണ് ഞാനത് പറയുന്നത്. അതുകൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പറയുന്നതുകൊണ്ട് അർത്ഥമുള്ളൂ എന്നുള്ള ചിന്തയുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നിങ്ങൾ ഉത്തരട്ടാതി നക്ഷത്രക്കാരനാണെങ്കിൽ നിങ്ങൾ ജനിക്കുന്നത് ശനി ദശയിലായിരിക്കും. അപ്പോൾ ശനി നിങ്ങൾക്ക് 9 വയസ്സ് വരെ ശനിയാണ്. അപ്പം ഉത്തരട്ടാതി നക്ഷത്രക്കാരനാണെങ്കിൽ നിങ്ങൾ ശനി ദശയിൽ പൂയം, അനിഴം, ഉത്തരട്ടാതി നക്ഷത്രക്കാരെല്ലാം ശനി ദശയിലായിരിക്കും ജനിക്കുന്നത്. അപ്പോൾ 9 വയസ്സ് വരെ ശനിയും, അത് കഴിഞ്ഞാൽ പിന്നെ 26 വയസ്സ് വരെ ബുധനും, അതുപോലെ തന്നെ ബുധൻ കേതു 33 വയസ്സ് വരെ കേതു, 53 വയസ്സ് വരെ ശുക്രൻ, 59 വയസ്സ് വരെ ആദിത്യൻ, 69 വയസ്സ് വരെ ചന്ദ്രൻ. നിങ്ങൾ ഉത്തരട്ടാതി നക്ഷത്രക്കാരനാണ്. എന്തായാലും 9 വയസ്സുള്ളൊരു കുട്ടി ജ്യോതിഷം എടുത്ത് നോക്കത്തില്ല. 26 വയസ്സിനകത്ത് വരെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോണം, നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾക്ക് ബുധൻ്റെ ദശാകാലമാണ്. കൃത്യമായിട്ടല്ലെങ്കിൽ പോലും നിങ്ങൾ കൃത്യമായിട്ട് ഈ ഡേറ്റ് അറിയണമെന്നൊരു നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം വേണം. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജാതകം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ശിഷ്ടദശാകാലം എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട് ഏറ്റവും താഴെ. ശിഷ്ടദശാകാലം ഇങ്ങനെ 6, 3, 9 എന്ന് പറയും. 6 വർഷം 3 മാസം 9 ദിവസം വരെ ശനിന്നോ ബുധനെന്നോ കേതുവെന്നോ ശുക്രനെന്നോ ഒക്കെ ഉണ്ടായിരിക്കും. ചിലർക്ക് 17 വർഷം, 17 വയസ്സ് 5 മാസം 0 ഇങ്ങനെയാണ്. 17-5-0 എന്ന് വെച്ചാൽ 17 വർഷം 5 മാസം 0 ദിവസം. നിങ്ങളുടെ ജാതകത്തിലെ ശിഷ്ടദശാകാലം നിങ്ങൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ കൂടെ എന്ത് കൂട്ടണം എന്നുള്ളത് ഞാനിപ്പോൾ ആ സംഖ്യ ഏത് കുറിച്ച് കൂട്ടണം എന്നുള്ളത് ഞാൻ ഓരോരുത്തർക്കും പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ കാര്യം കൂടെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഇതിലോട്ടും കൂടെ വരാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇതിനകത്ത് മീനക്കൂറുകാരുടെ കാര്യം പറയുമ്പം ഇവർക്ക് 9 വയസ്സ് വരെ ശനിദശയും, 26 വയസ്സ് വരെ ബുധൻ്റെ ദശയും, 33 വയസ്സ് വരെ കേതുവിൻ്റെ ദശാകാലവുമായിരിക്കും. അപ്പോൾ 26 വയസ്സ് കഴിഞ്ഞ് ഒരു 27-28 വയസ്സുള്ള ഒരാൾ, അല്ല ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ ആയിരിക്കും ഈ പറയുന്ന വീഡിയോ കാണുന്നത്. ഉത്തരട്ടാതി നക്ഷത്രമായിരിക്കും. അവർ 33 വയസ്സിനിടയ്ക്ക് ഇവരനുഭവിക്കാത്ത കഷ്ടകാലം ഒന്നും കാണത്തില്ല. വഴിയെ പോകുന്ന എല്ലാ പോരും, അതുപോലെ തന്നെ കേൾക്കാത്ത അപവാദങ്ങളൊന്നും കാണത്തില്ല. ചെയ്യാത്ത കുറ്റത്തിനെല്ലാം പഴി കേൾക്കുകയും വേണമെങ്കിൽ എടുത്തിരിക്കുന്ന ദാമ്പത്യ ബന്ധങ്ങളെല്ലാം തകരുകയും പ്രണയബന്ധങ്ങളൊക്കെ തകരുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ള സമയമാണ്. 26 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെയുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഈ കക്ഷിക്ക് ഈ സമയത്ത് ഭയങ്കര ദുരിതങ്ങൾ അനുഭവിച്ചതിന് ശേഷം അവർ ഇവിടുന്നുകൊണ്ട് നമ്മൾ ഈ അഖണ്ഡ സാമ്രാജ്യ യോഗം, കോടീശ്വര യോഗം എന്നൊക്കെ പറയുമ്പം വീട്ടിലിരുന്ന് വീഡിയോ കണ്ടുകൊണ്ടിരുന്ന് തെറി പറയും. ഇവനൊക്കെ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ അവരുടെ ദശാകാലം എന്ന് പറയുന്നത് കേതുർ ദശാകാലമാണ്. ഈ കേതുവിൻ്റെ കുഴപ്പമാണെന്നുള്ളത് അവർ മനസ്സിലാക്കത്തില്ല. നക്ഷത്രത്തിൻ്റെ കാര്യങ്ങൾ ജ്യോതിഷന്മാർ പറയുന്ന വീഡിയോസുകളൊക്കെ ഇരുന്ന് കേട്ടിട്ട് അതിൻ്റെ ഫലം അനുഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കും.
അതിൻ്റെ ഗുണഫലം ദോഷഫലം വരുമെന്ന് പറയുന്നത് കേട്ട് കഴിയുമ്പോൾ ഇരുന്ന് വിഷമിക്കുകയും ചെയ്യും. അയ്യോ എനിക്കിനി ദോഷമാണല്ലോ, ഇനി വരാൻ പോകുന്ന ദോഷമാണില്ല, തിരുമേനി പറഞ്ഞു ആ കക്ഷിക്ക് നല്ല വ്യൂസ് ഉള്ള ആളായിരുന്നു, അപ്പം ആ ചാനലിൽ വന്നിരിക്കുന്ന ആൾ പറഞ്ഞിരിക്കുന്നു ഇനി മുതൽ ഉത്രട്ടാതിക്ക് 1.5 വർഷത്തേക്ക് കഷ്ടകാലമാണ്. ഈ കഷ്ടകാലമെന്ന് കേട്ട ഉടനെ തന്നെ ഈ കക്ഷി ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് മനസ്സ് ഡെസ്പായിട്ട് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഹരി വ്യാപാരമൊക്കെ ആയിരിക്കും. ഉടൻ തന്നെ പോയൊരു ഷെയർ വാങ്ങും, അത് ഡിമ്മെന്ന് പറഞ്ഞ് നഷ്ടം വരും. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞ കറക്റ്റായി. യഥാർത്ഥത്തിൽ ഇയാളുടെ മനസ്സ് ഡെസ്പായതാണ് പെട്ടെന്ന് തന്നെ. അതുപോലെ തന്നെ ഇയാളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ബിസിനസ്സെല്ലാം പരാജയമായി, കടയിലോട്ട് പോകാൻ തോന്നുന്നില്ല, ജോലിക്ക് പോകാൻ തോന്നുന്നില്ല, ഇങ്ങനെയൊക്കെ വന്നതിന് ശേഷം ആകെപ്പാടെ ഡെസ്പായി, മൊത്തത്തിൽ പ്രശ്നമായി. ഇനി നല്ലതാണെന്ന് പറഞ്ഞാലും നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നവും പ്രയാസവും കാരണം നമ്മൾ എന്ത് പറ്റും, ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതും വരും. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇത് കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് 26 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള ഈ കേതുവിൻ്റെ അപഹാരം നടക്കുന്നതുകൊണ്ടാണ്, കേതുവിൻ്റെ ദശാകാലം നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങളിൽ ഒരു തടസ്സം വന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോസുകൾ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തരണമെന്നൊരിൽ 1 ദിവസം എടുത്താൽ പറ്റത്തില്ല, 2 ദിവസം എടുത്താൽ പറ്റത്തില്ല, 3 ദിവസം എടുത്താൽ പറ്റത്തില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസുകൾ ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് ചില ആളുകൾ മെസ്സേജ് അയച്ചിട്ട് അവരുടെ കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസുകൾ കാണാറുണ്ടോ? നിങ്ങളുടെ ദശാകാലം ഏതാണ്? അയ്യോ അത് എനിക്കറിയത്തില്ല. നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ കൂറ് ഏതാണ്? കൂറ് ഇതെന്തോ അങ്ങനെ ഒരു കാര്യമുണ്ടോ? ഇപ്പോഴത്തെ ദശാകാലം ഏതാ? അറിയത്തില്ല. ഇങ്ങനെ പറയും. അപ്പം ദശാകാലം ഒന്ന് കേട്ടിട്ടില്ലാത്തവർ തന്നെയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ജനിച്ചതൊരു ദശാകാലത്താണെന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വേറൊരു ദശാകാലമാണ് എന്ന് പറയുമ്പം അതെന്താ, ഞങ്ങൾക്കെന്താ വേണം? ഞങ്ങൾക്കിപ്പോഴേ ഒരു ജോലിയുടെ ഒരു കാര്യം, പ്രൊമോഷൻ്റെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടൊരു ചെറിയ പ്രശ്നമുണ്ട്, അതൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നോക്കണമായിരുന്നു, നമ്മുടെ ജാതകം നോക്കണം. ഞാൻ പറയും നിങ്ങളുടെ പ്രശ്നമാണ് അത്. ഏത്? നിങ്ങളുടെ ജോലിയിലുള്ള ഉയർച്ച, അത് നിങ്ങളുടെ ആവശ്യമാണ്. പക്ഷേ നിങ്ങളുടെ ദശാകാലമാണ്, അത് അനുകൂലമായിട്ടാണ് നിൽക്കുന്നോ പ്രതികൂലമായിട്ട് നിൽക്കുന്നോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. പ്രതികൂലമായിട്ട് നിൽക്കുവാണെങ്കിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നതിനെ അനുകൂലമാക്കാനുള്ള പരിഹാരം പറഞ്ഞു തരാം. ഇനി അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇനി കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും ദോഷമാണെങ്കിൽ അത് പറഞ്ഞു തരാം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലർക്ക് കുഴപ്പമില്ല എന്ന് പറയും, മറ്റുള്ളവർ പറയുമ്പോൾ ശരിയാവത്തില്ല. കാര്യം എനിക്ക് ജോലിയുടെ കാര്യം അറിഞ്ഞാൽ മതി, എനിക്ക് സർക്കാർ ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയണം. അപ്പോൾ നമ്മൾ ഇല്ലയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ നോക്കിച്ചപ്പം ജോലി കിട്ടുമെന്നാണല്ലോ പറഞ്ഞതെന്ന് പറയും. അടുത്ത നമ്മൾ ഇനി കിട്ടുമെന്ന് പറഞ്ഞാൽ ഇനി ഏത് ഡേറ്റ് കിട്ടുമെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറയാൻ പറയും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ജോലി ചെയ്യുമെന്നൊക്കെ ചോദിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജാതകപരമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ജോലിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരാൾ ഗവൺമെൻറ് ജോലിയുടെ കാര്യം ചോദിക്കുമ്പോൾ ഗവൺമെൻറ് ഉണ്ടായത് തന്നെ ജ്യോതിഷം ഉണ്ടാകുന്നതിന് മുമ്പ് ശേഷമല്ല, എത്ര വർഷമായി കാണും, രാജാവ് ഭരണം കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഗവൺമെൻറ് രൂപീകരിച്ചത്. അപ്പോൾ ഗവൺമെൻറ് ജോലി കിട്ടുമോ എന്ന് എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ജ്യോതിഷപരമായിട്ട് നിങ്ങളുടെ കർമ്മമേഖല ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ ഒരു കർമ്മമേഖല പലരോടും പറയാറുണ്ട്. എൻ്റെ ജാതകപ്രകാരം ജലവുമായി ബന്ധപ്പെട്ടുള്ള ജോലി ചെയ്ത് ഉപജീവന മാർഗ്ഗം, ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാനും ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാനുമുള്ള യോഗമുണ്ട് എന്ന് എൻ്റെ ഗ്രഹനിലയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് എന്തുവാ? ജ്യോതിഷമാണ്. സത്യം പറഞ്ഞാൽ കറക്റ്റ് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. രാവിലെ എണീറ്റാൽ ആദ്യം തന്നെ നമ്മൾ അമ്പലത്തിൽ പോയാൽ പുണ്യാഹം ഉണ്ടാക്കാനും തീർത്ഥം ഉണ്ടാക്കാനും ഭഗവാൻ അഭിഷേകം ഉണ്ടാക്കാനും ജലമാണ് എടുക്കുന്നത്. രാവിലെ തന്നെ പുണ്യാഹത്തിന് ആൾ വന്നിരിക്കും. എങ്ങനെ പോയാലും 250 രൂപയെങ്കിലും വെള്ളം കൊടുത്തിട്ട് പുണ്യാഹം കൊടുത്തിട്ട് നമ്മുടെ കയ്യിലോട്ട് വരും ദക്ഷിണയായിട്ട്. അപ്പോൾ കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. നീ ജലവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു കടലിൽ പോകുന്ന ഒരു സഹോദരനാണെങ്കിലോ ശരിയാ, ജലവുമായി ബന്ധപ്പെട്ടാണല്ലോ കക്ഷി കടലിൽ പോയിട്ട് മീൻ പിടിച്ചിട്ടൊക്കെ തിരിച്ചു വരുന്നത്. ഇനി ഒരു നാരങ്ങ വെള്ളം വിൽക്കുന്ന ഒരാളാണെങ്കിലോ അപ്പോഴും കറക്റ്റായി. ഇനി ഫ്ലൈറ്റ് ഓടിക്കുന്ന ഒരു പൈലറ്റ് ആണെങ്കിലോ ഇങ്ങനെ ജലത്തിൻ്റെ മുകളിൽ കൂടെ ആണല്ലോ കക്ഷി പറന്നു പോകുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഷിപ്പ് ഓടിക്കുന്ന ഒരാളോ ഷിപ്പിലെ തൊഴിലാളിയാണെങ്കിലോ ഒക്കെ നമ്മൾ ചിന്തിച്ചാൽ പറയാൻ പറ്റും. അപ്പം നമ്മുടെ ജാതകത്തിൽ ഇങ്ങനെ കാണത്തുള്ളൂ. നിങ്ങൾക്കൊരു സർക്കാർ ജോലി കിട്ടും, ഇത്ര ഡേറ്റിൽ കിട്ടുമെന്നൊക്കെ പറയുന്നത് ഒരു ശരിയായ ഒരു പറച്ചിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഗണിതശാസ്ത്ര പണ്ഡിതനാകും, അല്ലെങ്കിൽ ഒരു വൈദ്യ യോഗമുണ്ട്, വൈദ്യൻ ആകാനുള്ള യോഗമുണ്ട് എന്ന് പറയാറുണ്ട് ജ്യോതിഷത്തിൽ. അപ്പോൾ അതിൻ്റെ കർമ്മമേഖലയിൽ സൂര്യൻ ബലവാനായിട്ടൊക്കെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നേഴ്സിംഗ്, ഫാർമസി, എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ള ജോലികളിലൊക്കെ കിട്ടാനുള്ള യോഗമുണ്ട് എന്നാണ് ജ്യോതിശാസ്ത്ര പ്രകാരം പറയുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ ചിലർക്കത് മനസ്സിലാകും, ചിലർക്കത് മനസ്സിലാകത്തില്ല. വ്യാഴമാണ് നിൽക്കുന്നതെങ്കിൽ ഞങ്ങൾ പറയും കലാപരമായിട്ടുള്ളൊരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കുട്ടിയുടെ ജാതകത്തിലെ യോഗം കിടക്കുന്നത് എന്നൊരു മാതാപിതാക്കളോട് പറയുമ്പം അതൊന്നും പറ്റത്തില്ല. അവന് എൻജിനീയറിംഗാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, അവന് ബിടെക് എടുത്തിട്ടുണ്ട്, അവന് കാനഡയിൽ പോകുന്നൊരു കാര്യം നോക്കണം, അവൻ്റെ ജാതകത്തിൽ അതില്ല. ഇതില്ല എന്ന് പറഞ്ഞാലും അവർ കേൾക്കത്തില്ല. ഇതിന് പോകാൻ എന്ത് ചെയ്യണം, എന്ത് പരിഹാരം, എന്ത് പൂജ വേണേലും ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇയാളെ പറഞ്ഞ് വിദേശത്തോട്ട് പറഞ്ഞു വിടും. അവിടെ കിടന്ന് ഇദ്ദേഹം കെയർ ടേക്കറായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്ത് കാനഡ, UK,
അതുപോലുള്ള സ്ഥലങ്ങളിൽ കിടന്നിട്ട് കഷ്ടപ്പെടുക. നമ്മൾ ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല, ലോണും കടമൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്ത് അവിടെ നിന്നൊന്നും ചെയ്യാനും പറ്റാത്തൊരവസ്ഥയിൽ ജീവിക്കണോ മരിക്കണോ എന്നറിയാൻ വയ്യാതെ ഇവിടുന്ന് സ്വർഗ്ഗമാണെന്നും പറഞ്ഞ് അവിടെ പോയിട്ട് നമ്മൾ നരകതുല്യമായ ജീവിതം അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് പ്രയാസം പറയാറുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ടല്ല ഈ കാര്യങ്ങൾ പറയുന്നത്, ജ്യോതിഷം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിലൂടെ പറഞ്ഞു പോകാതെ മുന്നോട്ട് പോകാനൊക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. ചുമ്മാ വേണമെങ്കിൽ ഫലസിദ്ധികൾ എല്ലാം പറയുന്നൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, പക്ഷേ അത് നിങ്ങൾക്ക് യാതൊരു ഗുണവും ചെയ്യത്തില്ല. എത്ര പേരുടെ വേണമെങ്കിലും ഒരു ജ്യോതിഷനോ അല്ലാത്ത ഒരാൾക്ക്, ജ്യോതിഷം പഠിക്കാത്ത യാതൊരു കാര്യവും പഠിക്കാത്ത ഒരാൾക്കും, അശ്വതി നക്ഷത്രക്കാർക്ക്, അശ്വതി ഭരണി മേടക്കൂറുകാർക്ക് ഈ പ്രാവശ്യം വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണഫലങ്ങളുണ്ടാവും. എന്നിട്ട് ഇടവ് കൂറുകാർക്ക് ഇച്ചിരി പ്രയാസമാണ്. വാഹനാപകടം ഉണ്ടാകും, പഠിക്കുന്ന കുട്ടികൾ സൂക്ഷിക്കണം, ആധാരം എഴുതുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് സൂക്ഷിക്കണം എന്ന് പറയും. നിങ്ങൾക്ക് കുറച്ച് ദോഷമാണ്. ദാമ്പത്യം ദുരിതം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്ത മിഥുനക്കൂറുകാരിലോട്ട് വരുമ്പം ഇവർക്ക് ദാമ്പത്യപരമായിട്ടുള്ള മെച്ചം ഉണ്ടാകും. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. 1,00,000 ആൾക്കാർ കാഴ്ച വരും. ആ വീഡിയോ ചെയ്യുന്ന ആൾക്ക് നല്ല പൈസയും കിട്ടും. പക്ഷേ നിങ്ങൾക്ക് യാതൊരു പല ഗുണങ്ങളും ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് ജ്യോതിഷം പഠിക്കാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫലസിദ്ധിയും കൂടാണ് നമ്മൾ പറയുന്നത്. അപ്പം മീനക്കൂറുകാർക്ക്, മിഥുനക്കൂറുകാർക്ക്, കന്നിക്കൂറുകാർക്ക്, ധനുക്കൂറുകാർക്ക് അതിവിശേഷപ്പെട്ട ഗുണഫലങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ മേടം മുതലുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. മേടക്കൂറുകാർക്ക് 3-ാം ഭാവത്തിൽ സഹോദര സ്ഥാനത്തേക്ക് അതുപോലെ തന്നെ കുടുംബസ്ഥാനത്തേക്ക് ആദിത്യ ബുധ വ്യാഴയോഗം വരുന്നതോടുകൂടി നിങ്ങൾക്ക് കുടുംബപരമായിട്ടുള്ള മെച്ചങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളും സഹോദരങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളും ഭൂമി സംബന്ധമായിട്ടുള്ള കേസ് വഴക്കുകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെടുമെന്നും കുടുംബപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ മെച്ചപ്പെടുമെന്നുമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇടവക്കൂറുകാർക്ക് നമ്മൾ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് 2-ാം ഭാവത്തിലേക്ക് ധനസ്ഥാനത്തേക്കാണ് മാറുന്നത്. ഇങ്ങനെയുള്ള യോഗം വരുന്നതോടുകൂടി നിങ്ങൾക്ക് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ധനയോഗം, കിട്ടാതെ കിടക്കുന്ന ധനങ്ങൾ കിട്ടുക, പൂർവികമായിട്ടുള്ള സ്വത്ത് വിറ്റ് പണം കിട്ടുക, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുക, കേസ് വഴക്കുകൾ വിജയിക്കുക, വിദ്യാർത്ഥികൾ മുതൽ രാഷ്ട്രീയക്കാർ മുതൽ പാചക തൊഴിലാളികളായിട്ടുള്ളവർക്ക് ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് അത് അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായിട്ട് നമുക്ക് കർക്കിടകൂറുകാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അല്പം വിഷമസ്ഥിതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം 12-ാം ഭാവത്തിലാണ് അനുഭവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ 12-ാം ഭാവം എന്ന് പറയുമ്പം സ്വദേശം വിട്ട് വിദേശത്ത് പോയി പഠിക്കണമെന്നും ഒക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന കുട്ടികൾക്ക് അത് പെട്ടെന്ന് നടക്കും. തൊഴിലിനൊക്കെ ശ്രമിക്കുന്നവർക്ക് കർക്കിടകൂറുകാരെന്ന് പറയുന്നത് പുണർദത്തിൽ കാലും പൂയോ ആയില്യം വരുന്ന കർക്കിടകൂറുകാർക്ക് സ്വദേശം വിട്ടെന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് വളരെയധികം ഗുണപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ജോലിക്ക് സ്ഥലം മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കതിന് ഉറപ്പായിട്ടും ഇപ്പം അതിന് പറ്റിയൊരു സമയമായിട്ടാണ് പറയുന്നത്. ഇത് 12-ലായതുകൊണ്ട് നിങ്ങൾക്കൊരു അനുഭവയോഗത്തിൽ കുറവാണ് കാണിക്കുന്നത്. സ്വദേശത്തല്ല വിദേശപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളാണ് നോക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്ന ആൾ ബാംഗ്ലൂരോ ബോംബെയോ ഗുജറാത്തൊക്കെ പോയി സ്വദേശം വിട്ട് വേറെ സ്ഥലം, വിദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ ജന്മദേശം വിട്ട് മാറുന്നതിനെയാണ് വിദേശം എന്ന് പറയുന്നത്, ഗൾഫ് മാത്രമല്ല. അപ്പം വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അനുകൂലമാണെന്നാണ് കാണുന്നത്. അടുത്തതായിട്ട് ചിങ്ങക്കൂറുകാർക്ക് അതിവിശേഷപ്പെട്ട ഗുണഫലം 11-ാം ഭാവം ലാഭസ്ഥാനത്തേക്കാണ് ഈ പറയുന്ന ആദിത്യ ബുധ ഗുരുയോഗം പറയുന്നത്. നിങ്ങൾക്ക് ലഗ്നത്തിൽ നിൽക്കുന്നത് കേതു കൊണ്ട് ചൊവ്വ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ചിങ്ങക്കൂറുകാരെന്ന് പറയുന്നത് മകം പൂരം ഉത്തരത്തിക്കാലുകാർക്ക് നിങ്ങൾക്ക് കേതുവിൻ്റെ ദോഷം മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. അതിന് നിങ്ങൾ ഗണപതി ഹോമനം ചെയ്ത് പ്രാർത്ഥിക്കുക. ചൊവ്വ ബലവാനായിട്ട് നിങ്ങളുടെ കൂടെ നിൽപ്പുണ്ട്. ചൊവ്വ കൂടെ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് എന്താണ് സർക്കാർ ജോലി യോഗം, പട്ടാളത്തിൽ, പോലീസിൽ, ഫയർ ആൻഡ് സേഫ്റ്റിയിൽ, യൂണിഫോമുള്ള തൊഴിലുകൾ വരുന്ന ഏത് തൊഴിലാണ് എടുത്താലോ, വക്കീലായാലും പോലീസായാലും ഫയർ ആൻഡ് സേഫ്റ്റി ആയാലും ജയിൽ വാർഡനായാലും വക്കീലായാലും വ്യോമസേനയിലായാലും അതുപോലെ തന്നെ നേവി ആയാലും പൈലറ്റ് ആയാലും ഇതുപോലെ നിങ്ങൾ ഏതെടുത്തോ യൂണിഫോം ഇടുന്ന ഒരു തൊഴിലുള്ള ഏതൊരു തൊഴിലെടുത്തോ ആ തൊഴിൽ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുവാണെങ്കിൽ, റെയിൽവേയിൽ ശ്രമിക്കുവാണെങ്കിൽ, പോസ്റ്റ് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, വൈദ്യുതി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ യൂണിഫോം ഇടുന്ന തൊഴിലുകളുണ്ട്. ആ തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡ്രസ്സ് കണ്ടാൽ നിങ്ങൾ ഏത് തൊഴിലാളിയാണ് എന്ന് അറിയപ്പെടുന്ന ഒരു മേഖലയിലേക്ക് നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു വില്ലേജ് ഓഫീസറെ കണ്ടു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസറാണെന്ന് അറിയാൻ പറ്റത്തില്ല. ഒരു സ്കൂൾ അധ്യാപകനെ കണ്ടാൽ സ്കൂൾ അധ്യാപകനാണെന്ന് അറിയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള തൊഴിലുകൾ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്കറിയാൻ പറ്റും. ഞാൻ 2 ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സാധാരണ ഒരു കടയിൽ പോകുന്ന ഒരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു പോലീസുകാരൻ അവരുടെ യൂണിഫോമിൽ നിന്നാൽ അവരേത് ഗ്രേഡിലുള്ള ആളാണെന്ന് വരെ നമുക്കവരെ കണ്ടാൽ അറിയാൻ പറ്റുന്ന അവസ്ഥയിലോട്ടുള്ളവർക്കൊക്കെ ഇപ്പോൾ ഗുണമുണ്ടാകും. ഒരു പൈലറ്റിനെ കാണുമ്പോൾ നമുക്കറിയാം, എയർ ഹോസ്റ്റസിനെ കാണുമ്പോഴറിയാം. അപ്പോൾ ആ വ്യത്യാസം നിങ്ങളുടെ യൂണിഫോമിൽ തിരിച്ചറിയാൻ പറ്റുന്ന ഏത് തൊഴിലുണ്ടോ ആ തൊഴിലാളികൾക്കെല്ലാം ഒരു ജഡ്ജിയുടെ യൂണിഫോമും ഒരു വക്കീലിൻ്റെ യൂണിഫോമും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയുള്ളവർ യൂണിഫോമുള്ള തൊഴിലുകൾക്കുള്ളവർക്കെല്ലാം
അനുകൂലമായിട്ട് നിൽക്കുന്ന മകം പൂരം ഉത്തരത്തേക്കാലുകാർക്ക് വളരെയധികം ഗുണഫലമാണ് കാണുന്നത്. നമ്മൾ നേരത്തെ കന്നിക്കൂറുകാരുടെ കാര്യം പറഞ്ഞു. തുലാക്കൂറുകാർ ഏറ്റവും ഭാഗ്യമാണ്. വിശാഖത്തിൽ മുക്കാലും അനിഴവും ചിത്തിര അരയും ചോദ്യം വിശാഖത്തിൽ മുക്കാൽ വരുന്ന തുലാക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്തേക്കാണ് വ്യാഴം ആദിത്യ ബുധയോഗം വരുന്നത്. നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് വരിക, എവിടെ നിന്നൊക്കെ ഭാഗ്യം വരാൻ പറ്റുന്നോ ആ സ്ഥലത്തു നിന്നൊക്കെ ഭാഗ്യം പിതാവിൻ്റെ 9ാം ഭാവം കൊണ്ട് പിതാവിനെയും പിതാവിൻ്റെ കുടുംബത്തെയും ചിന്തിക്കണമെന്ന് പറയും. അപ്പോൾ പിതൃകുടുംബപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറുക, കേസ് വഴക്കുകളുണ്ടെങ്കിൽ മാറുക, അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടുക, മംഗല്യയോഗം ഉണ്ടാവുക. നേരത്തെ ഞാൻ ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു. ഈ ഗുണങ്ങൾ പറയുന്ന ഓരോ രാശിക്കാർക്കും നേരത്തെ പറഞ്ഞിട്ടുള്ള ഇത്രയും ഗുണങ്ങളാണ് പറയുന്നത്. ഭാഗ്യം ഉണ്ടാവുക, കരിയർ നല്ലതാവുക, ബിസിനസ് വിജയിക്കുക, ഓഹരി ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങൾ വിജയിക്കുക, തൊഴിലാളികൾക്ക് തൊഴിൽ പുരോഗതി ഉണ്ടാവുക, കലയും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് രണ്ടും രണ്ട് ഫീൽഡാണെങ്കിലും കലാപരമായിട്ടുള്ള സിനിമാ നടന്മാർ, സീരിയൽ നടന്മാർ, നാടക നടന്മാർ, ഇനി ഫോണും ഒക്കെ എടുത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ റീൽസ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും അത് പെട്ടെന്ന് കയറി വിജയിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതാ പറഞ്ഞേ, അടിമുടി ഒരാളെ മാത്രം ഒഴിവാക്കി വേറൊരാളെ പറയുന്നില്ല. ചുമ്മാ ഒരു ഫോണും എടുത്ത് വെച്ചുകൊണ്ട് നിങ്ങളൊരു പാചകത്തിൻ്റെ വീഡിയോ എടുക്കുന്നത്, നിങ്ങളൊന്നും വേണ്ട, നിങ്ങളുടെ തന്നെ ഏതെങ്കിലും ഒരു കുട്ടികളുടെ വീഡിയോകളുടെ എടുക്കുകയോ, നിങ്ങളത് നല്ല രീതിയിൽ അവർ ഡാൻസ് കളിക്കുന്നതോ പാട്ട് പാടുന്നതോ ഒക്കെ ആയിട്ടുള്ള കുട്ടികളുടെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇട്ട് കഴിഞ്ഞ് നോക്കിക്കോ, ചിലപ്പോൾ അതങ്ങ് കയറി വൈറലാവും. അങ്ങനെ ആ വൈറലായിട്ട് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്ന ഒരുപാട് കുട്ടികളെ നമുക്കറിയാം. എത്ര പേരുണ്ട് ആ സ്റ്റാർ സിംഗറിലും ഒക്കെ പോയി പാട്ട് പാടിയതിന് ശേഷം അവർ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം അവർ അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും മറ്റേതിനകത്ത് അവർ മികച്ച രീതിയിൽ പോയിട്ട് പിന്നെ അവർ പല സ്ഥലങ്ങളിൽ ഉദ്ഘാടനത്തിന് ഇതിനൊക്കെ പോയിട്ട് ലക്ഷങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒരു മാസം എത്ര ലക്ഷം ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ കണക്കില്ലാത്ത അവസ്ഥയിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. രാഷ്ട്രീയ രംഗത്ത് ഒന്നും ആകാതെ നിൽക്കുന്ന തുലാക്കൂറുകാരുണ്ടോ? നിങ്ങൾക്ക് ഇപ്പോൾ കയറി വരാൻ പറ്റിയൊരു സമയമാണ്. നിങ്ങളതിനായിട്ടൊന്ന് പരിശ്രമിച്ചാൽ മതി. നിങ്ങൾക്ക് ഏറ്റവും അനുകൂല സമയം എഴുതി വെച്ചോ. നിങ്ങൾ പേനായും പേപ്പറും എടുത്ത് എഴുതി വെച്ചോ. നിങ്ങൾ പഞ്ചായത്ത് മെമ്പർ മുതൽ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആരാണോ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ മുന്നോട്ടിറങ്ങിക്കോ. നിങ്ങളുടെ പേര് അവിടെ വായിച്ച് നിങ്ങൾക്ക് അടുത്ത സ്ഥാനം ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ അടുത്ത ഓരോരോ കമ്മിറ്റി കൂടുമ്പോൾ നിങ്ങൾക്ക് ഓരോ സ്ഥാനങ്ങൾ കിട്ടുമല്ലോ. നമുക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ പിടിയില്ലാത്തതുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകൾക്കെല്ലാം അനുകൂലമായിട്ടുള്ള ഗുണമുണ്ടാകും. നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർക്ക്, പദവി വഹിക്കുന്നവർക്ക്, പ്രമോഷൻ ലഭിക്കുന്നവർക്കെല്ലാം ഗുണകരമുണ്ടാകും. ആരൊക്കെയാണ്? ചിത്തിരയും ചോദ്യയിൽ വിശാഖത്തിൽ മുക്കാൽ വരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും. അടുത്ത വൃശ്ചികക്കൂറുകാർക്കാണ് നിങ്ങൾക്ക് ഇച്ചിരി ദോഷഫലമായിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് അഷ്ടമത്തിലേക്കാണ് ആദിത്യ വ്യാഴ ബുധ യോഗം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടാകാൻ വഴിയില്ല, ഗുണഫലങ്ങൾ കുറവാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ഇത്രയും ഈ വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും വരുന്ന നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന വിശേഷ ബല ഗുണങ്ങളൊക്കെ ഇച്ചിരി കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. പൊതുവെ ഒരു ദോഷ സമയമായിട്ട് വേണം കൂട്ടാനായിട്ട്. അപ്പം പ്രധാനമായിട്ട് വൃശ്ചികക്കാർക്ക്, കന്നിക്കാർക്ക്, ഇനി അടുത്ത ഒരു രാശിക്കാരെയും കൂടെ ഇവിടെ വരും, അവർ ഞാൻ പറഞ്ഞുതരാം. അടുത്തതായിട്ട് ഞാൻ പറയാം. ധനുവിൻ്റെ പറഞ്ഞു. അടുത്തതായിട്ടുള്ളത് മകരക്കൂറുകാരും ഇതുപോലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്നവരാണ്. എല്ലാവർക്കും ഒരുപോലെ ആനുകൂല്യം വരുത്തില്ല എന്നുള്ളതാണ് ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഒരു രാശിക്കാർക്ക് ഗുണമാണെങ്കിൽ മറ്റ് 3 രാശിക്കാർക്ക് എപ്പോഴും നമുക്ക് 3 രാശിക്കാർക്ക് എപ്പോഴും ജ്യോതിശാസ്ത്ര പ്രകാരം മാറി മറിഞ്ഞ് അവർക്ക് ദോഷം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ദോഷകാലമായിട്ട് നിൽക്കുന്ന വൃശ്ചിക കൂറുകാർ, മകരക്കൂറുകാർ, കർക്കിടകൂറുകാർ, പുണർദത്തിൽ കാല് പൂയ ആയില്യം, വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും, ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തര വരുന്ന ഇത്രയും നക്ഷത്രക്കാർക്കാണ്. കൂറ് പറഞ്ഞാൽ വൃശ്ചികം, മകരം, കർക്കിടക കൂറുകാർക്കാണ് പൊതുവിൽ ഇപ്പോൾ കുറച്ച് ദോഷ സമയമെന്ന് പറയാൻ പറ്റുന്ന ഒരു സമയം. അതായത് ആനുകൂല്യങ്ങൾ, ഗുണഫലങ്ങളൊക്കെ കുറഞ്ഞു നിൽക്കുന്നവരെന്ന് പറയേണ്ടതായിട്ട് വരും. ഇച്ചിരി ആനുകൂല്യ കുറവ് നിൽക്കുന്നതും അശ്വതി, ഭരണി, കാർത്തിക കാലുകാർക്കും കുറച്ച് ഗുണഫലങ്ങൾ കുറഞ്ഞ സമയമാണ്. അതായത് 3ാം ഭാവത്തിലാണ് അതിൻ്റെ സ്ഥിതി. അടുത്തതായിട്ട് നമ്മൾ ധനുവിൻ്റെ നേരത്തെ പറഞ്ഞു. മകരത്തിൻ്റെ ഇപ്പോൾ ഗുണഫലങ്ങൾ ഇല്ല എന്നുള്ള സ്ഥിതിയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് കുംഭക്കൂറുകാർക്ക് അതിവിശേഷപ്പെട്ട ഗുണഫലങ്ങളുണ്ടാകും. ചിങ്ങക്കൂറുകാർക്ക് എന്ത് ഗുണമുണ്ടാവോ അത്രയും ഗുണം ഇവർക്കും ഉണ്ടാകും. ആർക്ക്? ചിങ്ങക്കൂറുകാർക്ക് നേരത്തെ പറഞ്ഞല്ലോ, ലാഭസ്ഥാനത്തെന്ന് പറഞ്ഞതുപോലെ തന്നെ കുംഭക്കൂറുകാർക്ക് ദോഷത്തിൽ നിൽക്കുന്നത് രാഹുവാണ്. ഇപ്പോൾ ദോഷത്തിൽ നിൽക്കുന്നത്. ബാക്കിയുള്ള 5ാം ഭാവം നിങ്ങൾക്ക് മനസ്സിൻ്റെ സ്ഥാനം, മനസ്സിൻ്റെ നല്ല ശാന്തി ഉണ്ടാവുക, സമാധാനം ഉണ്ടാവുക, സ്വസ്ഥത ഉണ്ടാവുക, ഐശ്വര്യം ഉണ്ടാവുക, ഇതെല്ലാം ഉണ്ടാകുന്നൊരു സമയമാണെന്നും സന്താനങ്ങളെ കൊണ്ടുള്ള മേൽഗതികളുണ്ടാകും. സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് മികച്ച ഗുണഫലങ്ങളുണ്ടാകും. വിദേശത്തൊക്കെ തൊഴിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വിദേശത്തൊക്കെ പഠിക്കാൻ പോയിട്ടുള്ള നിങ്ങളുടെ മക്കൾക്ക് അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാലിൽ വരുന്നവർക്കെല്ലാം
അതിവിശേഷപ്പെട്ട ഗുണഫലങ്ങളുണ്ടാകും എന്നുള്ളതാണ് ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ആരെയും വിട്ടുപോയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മീനം മുതൽ മിഥുനം ഇതിൻ്റെ ഇടയ്ക്കിട്ട് കാണുന്നവർക്കാണ് ഇത് കൺഫ്യൂഷനായി പോകുന്നത്. മുഴുവനായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാകും. ഞാനിപ്പോൾ ഇവിടം മുതലാണ് പറഞ്ഞത്. മിഥുനം, കന്നി, ധനു, മീനം പറഞ്ഞിട്ട് മേടം, ഇടവം, ചിങ്ങം, കർക്കിടകം, ചിങ്ങം, തുലാം, വൃശ്ചികം, മകരം, കുംഭം, ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇതിൻ്റെ ഫലസിദ്ധികളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ജ്ഞാനത്തിൻ്റെയും വിദ്യയുടെയും അറിവിൻ്റെയും ഗുണമായിട്ടുള്ള ബുധൻ്റെ സംക്രമം, ബുധൻ്റെ പ്രവേശം, സംയോഗം, ആദിത്യൻ, ഗ്രഹങ്ങളുടെ എല്ലാം രാജാവായിട്ടുള്ള ആദിത്യൻ, പിതാവായിട്ടുള്ള ആദിത്യൻ, അതുപോലെ തന്നെ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി ഒന്നിച്ചു വരുന്ന അതിഗുണഫലങ്ങൾ എല്ലാ നക്ഷത്രക്കാരെയും ഗുണകരമായിട്ട് ഫലിക്കട്ടെ. ഏതെങ്കിലും ദോഷപരമായിട്ട് നിൽക്കുന്ന എല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ള പ്രതിവിധികൾ കൃത്യമായി ചെയ്യുക. നിങ്ങളുടെ ദശാകാലം ദയവായി നിങ്ങൾ അറിഞ്ഞു വെക്കുക. അതിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കണമെന്നല്ല പറയുന്നത്, എനിക്ക് സമയക്കുറവുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇതിനകത്ത് ജ്യോതിഷം നോക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞൊരു നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. നിങ്ങളിതിന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നില്ല. കാരണം ഇതിലൊന്നും നമുക്ക് ഗുണമുള്ള ഒരു കാര്യമല്ല. കാരണം വേറൊന്നുമല്ല, ജ്യോതിഷം നോക്കാൻ ഒരുപാട് പേരുടെ കാര്യം നോക്കണമെങ്കിൽ, ഇപ്പോൾ ഒരാളുടെ പ്രശ്നം നമുക്ക് നോക്കണം എന്നൊരാൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ടൈം അയച്ചു തരുന്ന 100 കണക്കിന് ആളുകളുണ്ട്. ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ടൈമും അല്ലെങ്കിൽ ജാതകത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങോട്ട് അയച്ചു തരും. എന്താണ്, എവിടെ നിന്നാണ്, ആരാണ്, ഒന്നും അതിനകത്ത് കാണത്തില്ല. ഇതിന് ശേഷം നിങ്ങളുടെ ജാതകം നമുക്കിനി വിളിച്ച് പറഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ നോക്കണം എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടിട്ട് നമ്മൾ നിങ്ങളെ വിളിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നമ്മളെ വിളിച്ചതിന് ശേഷം ഒന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുവാണെങ്കിൽ ഒരാളുടെ ജാതകം കൃത്യമായി നോക്കണമെങ്കിൽ 3 മണിക്കൂർ എനിക്ക് സമയം വേണം. എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളത് ഗണിച്ച് പഞ്ചാംഗം ഗണിച്ച് നിങ്ങളുടെ ദശാപഹാര കാലം എന്താണെന്ന് നോക്കി ദശാനാഥൻ ഏത് രാശിയിലാണ് നിൽക്കുന്നത്, ഏത് ഗ്രഹത്തോടൊപ്പം യോഗം ചേർന്നാണ് നിൽക്കുന്നത് എന്നൊക്കെ നോട്ട് ചെയ്ത് ഒരാളുടെ ജാതകം നോക്കണമെങ്കിൽ എനിക്ക് 3 മണിക്കൂർ സമയം എടുക്കുന്നുണ്ട്. അപ്പം ചിലർ അരമണിക്കൂർ കൊണ്ടോ 15 മിനിറ്റ് കൊണ്ടോ 20 മിനിറ്റ് കൊണ്ടോ പറയുന്നവരുണ്ട് എന്ന് എനിക്കറിയാം. അങ്ങനെ പറയുന്നവർക്ക് ഇച്ചിരി കൂടുതൽ അറിവുണ്ട്. നമുക്ക് അത്രയും അറിവ് കുറവുള്ളതുകൊണ്ട് എനിക്ക് 3 മണിക്കൂർ വേണം ഈ കാര്യങ്ങൾ പരിശോധിച്ച് പറയാനായിട്ട്. അതുകൊണ്ട് എനിക്കൊരു ദിവസം 1-2 ആളുകളുടെ കാര്യം മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരുപാട് പേരുടെ ജാതകം നോക്കാം നിങ്ങളുടെ കാര്യം ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ഇതിനകത്ത് ഇടാത്തതിൻ്റെ കാര്യവും. ഇനി നിങ്ങൾ ഈ നേരത്തെ നമ്പർ കണ്ടിട്ട് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ച ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും എന്നോട് ശത്രുതയായി മാറിയിട്ടുണ്ട്. കാരണം എൻ്റെ ഈ കാണുന്ന ചാനലൊക്കെ അൺഫോളോ ചെയ്ത് പോവുകയും പിന്നെ മോശമായിട്ടൊക്കെ പറഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.